അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സുരേഷ് കുമാർ അവർകളാണ്. ദീർഘവർഷങ്ങളായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കർത്താവിൻ്റെ ദാസൻ്റെ ജീവിതാനുഭവങ്ങൾ പ്രേക്ഷകർക്ക് ഒരു വലിയ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. കേരളത്തിൽ ഇടുക്കി ജില്ലയിൽ ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട കർത്താവിൻ്റെ ദാസൻ കർത്താവിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെടുവാനുണ്ടായ തൻ്റെ ജീവിതാനുഭവങ്ങൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നു. വ്യത്യസ്തമായ ചില അനുഭവങ്ങളിലൂടെ തന്നെ കർത്താവിന് വേണ്ടി ഒരുക്കിയെടുത്ത അനുഭവങ്ങളും ഓർമ്മക്കുറിപ്പുകളും പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുക. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ദൈവനാമത്തിലൂടെ മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾക്കത് പ്രചോദനമാണ്. അതുപോലെ തന്നെ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം നിങ്ങൾക്ക് പ്രാർത്ഥിപ്പാനുള്ള അവസരമുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സുരേഷ് കുമാർ അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകർക്ക് സമയം ചെലവഴിക്കുന്നതായിട്ട് ക്ഷണിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാനിന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സുരേഷ് കുമാർ. ഞാൻ ഇടുക്കി കട്ടപ്പനയിൽ താമസിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവിൻ്റെ പേരിലായിരുന്നു. അവിടെ നിന്ന് കഴിഞ്ഞ 1.5 വർഷമായിട്ട് ബോംബെയിലേക്ക് വന്നിപ്പോൾ ഇവിടെ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. പിന്നെ സ്വയം പരിചയപ്പെടുത്തുമ്പോൾ എൻ്റെ പേര് സുരേഷ് കുമാർ എന്നാണ്. എനിക്ക് ഭാര്യയുണ്ട്, 3 മക്കളുണ്ട്. ഇപ്പോൾ മക്കൾ മൂത്ത മകൻ വിവാഹം കഴിച്ചു. അദ്ദേഹത്തിന് ഒരു കുഞ്ഞുണ്ട്, 6 വയസ്സായി. മോൾ നടുവത്തെ ആളാണ്. മോള് ഇപ്പോൾ ഇവിടെ താനെ കിംസിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഇളയ മകൻ അദ്ദേഹം എറണാകുളത്ത് ഒരു ലോക്കൽ ചാനലിലെ വീഡിയോഗ്രാഫറായിട്ട് ജോലി ചെയ്യുന്നു. എൻ്റെ ബാല്യകാലം പറഞ്ഞാൽ ഞാനൊരു ഹിന്ദു നായർ കുടുംബത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. അച്ഛൻ, അമ്മ, 2 അനുജന്മാർ എന്ന സന്തോഷകരമായ ഒരു കുടുംബമായിരുന്നു. ഞങ്ങൾ ഇടുക്കി ജില്ലയിൽ ആയിരുന്നത് കൊണ്ട് വനത്തോട് ചേർന്നൊരു ഭാഗത്താണ് ഞങ്ങളുടെ വീട്. അതിനോട് ചേർന്നുള്ള ഒരുപാട് ആളുകളുടെ ഒരു കൂട്ടായ്മയിലാണ് ഞങ്ങൾ മുമ്പോട്ട് പോയത്. ഞങ്ങൾ ജനിച്ചു വളർന്ന കാലഘട്ടത്തിലൊക്കെ ഞങ്ങളുടെ അടുത്തൊരു, എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഒരു പെന്തക്കോസ്റ്റ് ചർച്ച് കൂടെ ഉണ്ടായിരുന്നു. അത് ആരംഭിക്കുന്ന കാലം മുതൽ എനിക്ക് അതുമായിട്ടുള്ള ബന്ധമുണ്ട്. കാരണം എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ അതിൻ്റെ അംഗങ്ങളായിരുന്നു. അപ്പോൾ തന്നെ ആ സഭ ആരംഭിച്ചത് ഈ സൺഡേ സ്കൂൾ ആ പ്രദേശത്ത് വന്ന് ആദ്യം തുടങ്ങിയാണ്. അപ്പോൾ അതിന് ഞങ്ങളൊക്കെ അന്ന് ഈ പട്ടുമണിയും ബുദ്ധിമുട്ടൊക്കെ ഉള്ള കാലഘട്ടം ആയതുകൊണ്ട് ഇവര് ചെറിയ കാപ്പിയൊക്കെ തരും. അപ്പോൾ ഇത് കഴിക്കുന്ന ഒരു സന്തോഷമുള്ളതുകൊണ്ട് ഞങ്ങൾ ആ പ്രദേശത്തുള്ള പിള്ളേരെല്ലാം, ഞാൻ തന്നെയല്ല, എൻ്റെ അനുജന്മാരും ആ പ്രദേശത്തുള്ള എല്ലാവരും ഒരു 10, 70, 85 പിള്ളേരൊക്കെ ഒറ്റയടിക്ക് സൺഡേ സ്കൂളിലാണ്. അപ്പോൾ ഒറ്റ ക്ലാസ് 2 ക്ലാസ് ആയിട്ടൊക്കെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അന്ന് ചെറുപ്രായത്തില ഒരു 8, 10, 12 വയസ്സുള്ളപ്പോൾ അവിടെയൊക്കെ പോയി സൺഡേ സ്കൂൾ പഠിക്കാനിടയായി. ഒരു 2 വർഷം അങ്ങനെ പോയി. അത് കഴിഞ്ഞപ്പോൾ ആ ഒരു ചർച്ച ആരംഭിച്ചപ്പോൾ പിന്നെ അതിൽ നിന്നുള്ള ബന്ധമൊന്നും വീട്ടുകാരോട് അങ്ങനെ പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ 2-3 വർഷം ഈ സൺഡേ സ്കൂൾ പഠിച്ചപ്പോൾ പാപത്തിന്റെ ശമ്പളം മരണം അത്രേ, റോമർ 6:23 കാണാതെ പഠിച്ചു. ദൈവകൃപയെ ഞാൻ ആശ്രയിച്ചു എന്ന പാട്ടൊക്കെ അന്നൊക്കെ പഠിച്ചത്. അപ്പോൾ ഇവര് ഈ പാട്ടൊക്കെ പാടി ഇതൊക്കെ നമുക്ക് കാണുകയായിരുന്നു. അപ്പോൾ നമ്മുടെ വീടിന്റെ അടുത്തൂടെ ഈ ചർച്ചിലേക്ക് പോകുന്ന ആളുകൾക്ക് വീടിന് മുറ്റത്തൂടെ പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം എൻ്റെ വീടിന്റെ അപ്പുറത്ത് 2 വിശ്വാസ കുടുംബങ്ങൾ പോകുന്നുണ്ട്. ജനിച്ചു വളർന്നു ആ നിലയിൽ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഹൈന്ദവരായതുകൊണ്ട് അച്ഛനൊക്കെ ശബരിമലയ്ക്ക് പോകുന്നു. ഞാനും ഒരു 14-ാം വയസ്സിലൊന്ന് ശബരിമലയ്ക്ക് പോയി, 16-ാം വയസ്സിലൊന്ന് പോയി. അങ്ങനെ 2 പ്രാവശ്യം ശബരിമലയ്ക്കൊക്കെ പോയി. അങ്ങനെ ഒരു ഹൈന്ദവ ഭക്തിയിൽ വീട് കുഴപ്പമില്ലാതെ അമ്മ വിളക്ക് കത്തിക്കും, സന്ധ്യയ്ക്ക് രാമനാമമൊക്കെ ജീവിക്കും. അപ്പോൾ അനിയമ്മ ഞങ്ങളെല്ലാം പറ്റുന്നവരൊക്കെ ചെയ്യും. പിന്നെ അമ്പലങ്ങൾ, ഉത്സവങ്ങൾ, ഇങ്ങനെ ഒരിടത്തും പ്രത്യേകിച്ച് ഒരിടത്തും ഒരു ഇതില്ല. എവിടെ എന്നാ പരിപാടി എന്തെങ്കിലും പോകുന്ന ഒരു സമൂഹമായിരുന്നു അവിടെയുള്ള. അപ്പം ഞങ്ങളും ഈ ഹൈന്ദവരായതുകൊണ്ട് എല്ലാ നിലയിലും ആ നിലയിലേക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പങ്കെടുത്തു പോകുമായിരുന്നു. പ്രായമൊക്കെ ആയപ്പോൾ ആ ഒരു ഭക്തിയും ആ ഒരു കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും അമ്പലങ്ങളിൽ പോകാനും ഉത്സവങ്ങൾക്ക് പ്രത്യേകം പോകാനും ഒക്കെയുള്ള ഒരു ക്രമീകരണം വീട്ടിൽ നിന്ന് ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെ ഇങ്ങനെ മുമ്പോട്ട് പോയി നല്ല നന്നായി മുമ്പോട്ട് പോകുമ്പോൾ ഒരു SLC ആയപ്പോൾ വീട്ടുകാർ പറയുന്നത്, ഈ 3 ആൺപിള്ളേരായിരുന്നു, 3 പേരും പഠിപ്പിക്കാൻ പറ്റത്തില്ല, 10-ാം ക്ലാസ് വരെ നീ പോകണ്ടെന്നൊക്കെ എൻ്റെ പഠിത്തത്തിന് പറഞ്ഞെങ്കിൽ 10-ാം ക്ലാസ് ജയിച്ച് പറഞ്ഞു നീ പോകണ്ട. അപ്പോൾ ഞങ്ങളവിടെ പശുവിനെയൊക്കെ വളർത്തുന്ന ചെറിയ സംവിധാനം, 10-15 പശുക്കളെ മേടിച്ച് ഇടുക്കി വനത്തിൽ വിടും. അപ്പോൾ അതിനെ പോയി 2 മാസം 3 മാസം കൊണ്ട് നോക്കുക, വിൽക്കാൻ പറ്റുന്നത് വിൽക്കുക, കറക്കാൻ പറ്റുന്നത് കറക്കുക, അങ്ങനെയൊക്കെയുള്ള ക്രമീണത്തില്ല. അപ്പോൾ എന്നോട് പറഞ്ഞ് പശുവിനൊക്കെ നോക്കി ജീവിച്ചാൽ മതിയെന്നു.
എന്നാൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പഠിക്കണമെന്ന്. പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ അതിന് വളരെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എൻ്റെ പഠിത്തം അവിടെ നിർത്തേണ്ടി വന്നു. പക്ഷേ ഞാൻ വീണ്ടും ഒരു വർഷത്തോളം അന്ന് പ്രീ ഡിഗ്രിയാണ്. പ്രീ ഡിഗ്രിക്ക് പണിയെടുത്ത് പോകാൻ തയ്യാറായി. അപ്പോൾ അതെനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വന്നപ്പോൾ ഒരു വർഷത്തോളം പ്രീ ഡിഗ്രി സ്വന്തമായിട്ട് ചെയ്ത് നിർത്തേണ്ടി വന്നു. അതിന് കാരണം വീട്ടുകാർ സപ്പോർട്ട് ചെയ്തില്ല. എനിക്ക് പഠിക്കാനുള്ള സാമ്പത്തികം ഇല്ലാതെ പോയി. 10 കിലോമീറ്റർ അകലെ വാഴവര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കട്ടപ്പനയ്ക്ക് ടൗണിലേക്ക് 10 കിലോമീറ്റർ പോകണം. വണ്ടിക്കൂലി വേണം, ഫീസ് കൊടുക്കണം. അതിനൊക്കെ ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ സെക്കൻഡ് ക്ലാസ്സിലാണ് SSLC പാസ്സായത്. അപ്പോൾ ചെറുപ്പകാലത്ത് തന്നെ ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ്സിൽ തന്നെ ഒരു ലൈബ്രറി മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ഒത്തിരി പുസ്തകം വായിച്ചുള്ള അറിവ്. എനിക്ക് കൃഷ്ണൻകുട്ടി എന്നൊരു സാറുണ്ടായി. സാർ എന്നെ വളരെ കെയർ ചെയ്തു. ആ സാറിൻ്റെ കെയർ ഓഫിൽ എനിക്ക് ആ ലൈബ്രറി മെമ്പർഷിപ്പ് എടുക്കുകയും ഒത്തിരി പുസ്തകങ്ങൾ വായിക്കാൻ എന്നെ പ്രേരിപ്പിച്ചു. അങ്ങനെ ആ ലൈബ്രറിയിൽ ഉണ്ടായിരുന്ന പുസ്തകങ്ങൾ 10ാം ക്ലാസ് മുക്കാലിന് വായിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അതെനിക്ക് ഒത്തിരി അറിവും ഒത്തിരിയേറെ ജീവിതത്തിൽ പഠിക്കണമെന്നുള്ള താല്പര്യമുണ്ട്. പക്ഷേ അന്നത്തെ സാഹചര്യം വീട്ടുകാർ അതിന് തയ്യാറായില്ല. എൻ്റെ അച്ഛനൊരു വ്യാജമായിട്ട് നടത്തുന്ന ആളും അതിൻ്റെതായ ഒരു അസ്വസ്ഥത എപ്പോഴും വീട്ടിലുണ്ടായിരുന്നു. എക്സസ്സുകാർ വരിക, ആ വീട്ടിലെ അമ്മ കൊടുക്കുക, ഞങ്ങൾ കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു ഒത്തിരി വനത്തിനോട് ചേർന്നുണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യം. അവിടെയുള്ള ഏരിയയിൽ മിക്ക ഒരു 5 വീടിനൊരു വീടുകാർ വാറ്റുകാരെന്നുള്ള നിലയിലായിരുന്നു. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ അച്ഛനെ സഹായിക്കുന്നതിന് വാറ്റാനൊക്കെ ഞാനും കൂടെ പോയി. അങ്ങനെ വാറ്റായി. പിന്നെ അവിടെ തടി വെട്ടുണ്ട്, തേക്കും തടി വെട്ടി കടത്തുന്ന ഒരു ഗാങ് ഉണ്ട്. അങ്ങനെ ആ ഗാങ്ങിലേക്കൊക്കെ പയ്യെ ഞാൻ എൻ്റെ ചെറിയ കാലം അങ്ങനെ +2 അതിൽ പ്രീ ഡിഗ്രിക്ക് ശേഷം അങ്ങനെ പോകേണ്ടി വന്നു. അങ്ങനെ പോകുമ്പോൾ അവിടെ ഈ DYFI യൂണിറ്റ് CPM പാർട്ടിയുടെ ഒരു ചെറിയ ആരംഭകാലത്തിൽ അന്ന് SSLC ഒക്കെ പാസ്സായത് അവിടെ ചുരുക്കം ആളുകളുണ്ട്. അതിലൊരാളായിരുന്നു ഞാൻ. അപ്പോൾ എന്നെ അവിടുത്തെ DYFIയുടെ യൂണിറ്റ് സെക്രട്ടറി ആക്കി. അപ്പോൾ അത്യാവശ്യം ഈ പഠനമൊക്കെ അറിയാവുന്ന, ചെറിയ പ്രസംഗവും കണക്ക് കൂട്ടാനും ഒക്കെ അറിയാവുന്നതുകൊണ്ട് ഏത് കാര്യത്തിനും മുമ്പിൽ നിൽക്കുന്ന ഒരു നിലയിലേക്ക് പോയി. അത്യാവശ്യം ആരെന്ത് കാര്യം ചോദിച്ചാലും പറയാനുള്ളത്. പിന്നെ ഈ കരാട്ടയും ഗുസ്തിയും നാടനും ഒക്കെ പഠിച്ച് ഏത് സിനിമ കണ്ടതിൻ്റെ അഭ്യാസമെല്ലാം ഇടുക്കി ഡാമിൻ്റെ തീരത്ത് പോയി വലിയ മരത്തിലേക്ക് കയറി മണലിലേക്ക് ചാടി പ്രാക്ടീസ് ചെയ്യുവാൻ 2 3 മറിയുക, അതിൻ്റെ അതേ അഭ്യാസം അതേ കാണിച്ചു പഠിക്കുക. പിന്നെ അടിക്കാൻ വരുന്ന ആളെ അടിക്കാതെ എങ്ങനെ വീഴിക്കാമെന്നൊക്കെ ഉള്ള അങ്ങനെ ഒരു 10 15ഓളം നല്ല ചെറുപ്പക്കാരായ ഒരു നല്ല ഗാങ്ങായ ആളുകളാണ് എല്ലാവരും. അപ്പോൾ അന്നത്തെ കാലത്താണ് ഈ അമേരിക്കയിലെ വലിയ ഗുസ്തിമാനായ മൈക്ക് ടൈസൺ നല്ല പോലെ പത്രത്തിൽ വിലസുന്ന കാലം. അദ്ദേഹം പറ്റ മുടി വെട്ടി നല്ല നിഗ്രോയാണ്. അപ്പോൾ അദ്ദേഹമായിരുന്നു എൻ്റെ അന്നത്തെ ഒരു ട്രെൻഡ്. ഞാനും പഞ്ചഗുസ്തി പിടിക്കുക, മൈക്ക് ടൈസനെ പോലെ ഗുസ്തി കാണിക്കുക എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പോൾ വലിയ ആളുകളുടെ മുമ്പ് വലിയ ആളാകണം, ഗുസ്തി പിടിക്കണം, അടിക്കാൻ വന്നാൽ അടിക്കണം എന്നൊക്കെ ഒരു ചിന്ത. അങ്ങനെ വന്ന പാർട്ടിയിലേക്ക് വന്ന ഒരു ഗുണ്ടായിസത്തിൻ്റെ ലെവലിലേക്ക് ജീവിതം മാറി. ഒരു 10 20 പേരടങ്ങുന്ന ഗാങ്ങിലേക്ക് ഞാനും പെട്ടു. അങ്ങനെ തടിവെട്ടും കള്ളവയറ്റും ഈ പാർട്ടി പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഫോറസ്റ്റിനും അവർക്ക് ചെറിയ പൈസ കൊടുത്താൽ അത്യാവശ്യം തടിയൊക്കെ വെട്ടാം. വലിയ അപ്പോൾ മറ്റുള്ളവരെ കൂലിപ്പണിക്ക് പോകുമ്പോൾ ഞങ്ങൾ ഈ ഒരു നിലയിലേക്ക് ചെറിയ വാറ്റൊക്കെ, അന്ന് ഫോണൊന്നുമില്ല, എല്ലാ കാര്യം ചെറിയ ചെറിയ സപ്പോർട്ട് ചെയ്ത് നമുക്ക് പൈസ കൈ വരും. അങ്ങനെയൊക്കെ ചെറിയ ബാല്യകാലം അങ്ങനെ വന്നു. യൗവനത്തിലേക്ക് കടന്നപ്പോൾ 3 ആൺമക്കളാണുള്ളത് കൊണ്ട് എൻ്റെ വിവാഹം എൻ്റെ 22ാം വയസ്സിലേക്ക് കടക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കഴിയാൻ കഴിയത്തുള്ളൂ. വിവാഹം കഴിഞ്ഞ് ഒരു 6 മാസം ആയപ്പോഴത്തേക്കും വീട്ടിലെ സാഹചര്യങ്ങളെല്ലാം എന്നോട് അത്ര ഇഷ്ടമല്ലാതായി വീട്ടുകാർക്കെല്ലാം. അപ്പോൾ അത് എൻ്റെ ഭാര്യ വീട്ടിൽ ഒറ്റപ്പെടും. ഞാനില്ലാത്ത സമയത്തൊക്കെ അദ്ദേഹത്തെ വീട്ടുകാർ വഴക്ക് പറയുക. അപ്പം ഞാനിങ്ങനെ വീട് അന്വേഷിക്കുന്നു, അകലെ തടി വെട്ടുന്നു, കളവറ്റ് നടത്തുന്നു, അങ്ങനെയൊക്കെ പോകുമ്പോൾ അങ്ങനെ ഒരു നിലയിലേക്ക് പോയപ്പോൾ വീട്ടുകാർക്ക് അതൊരു ഭയങ്കര വിഷമമായി മാറി. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് എനിക്കൊരു ആൺകുഞ്ഞ് ജനിക്കുന്നത്. ഈ ആൺകുഞ്ഞ് 9/6/91 ആ മാസത്തിൽ ജൂൺ മാസം ജനിക്കുവാൻ വേണ്ടി തുടങ്ങും. അവൻ ജനിച്ച് 2 മാസം വളരെ സന്തോഷമായി പോട്ടെ. ആൺകുഞ്ഞായതിന് വളരെ സന്തോഷം എനിക്കും. 2 മാസം കഴിയുമ്പോൾ കുഞ്ഞിന് ചെറിയൊരു അസുഖം ആരംഭിക്കുവാൻ ഇടയായി. അതൊരു അന്നത്തെ കാലത്ത് ചൊറി കരപ്പൻ എന്നൊക്കെ പറയുന്ന ഒരു ചെറിയ ആരംഭമായിട്ട് തുടങ്ങി. പക്ഷേ ഒരു 8-10 ദിവസം കഴിഞ്ഞ് അത് വളരെ രൂക്ഷമായി. ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ വലിയ ഭീകരമായ രോഗത്തിലേക്ക് പോയി. മാംസമെല്ലാം കൈയും കാലും ഒക്കെ പൊഴിഞ്ഞ് ശരീരം മുഴുവൻ പഴുത്ത് പൊട്ടി വല്ലാത്തൊരവസ്ഥയിലേക്ക് ആശുപത്രികൾ മാറി മാറി രോഗങ്ങൾക്ക് മരുന്ന് വാങ്ങി ഒരു നിലയിലും സൗഖ്യമില്ലാതെ മരണം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടൊരു നിലയിലേക്ക് എത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ ജ്യോത്സ്യന്മാരെ കണ്ടു. ജ്യോത്സ്യം പറഞ്ഞു, അശ്വതി നാളിൽ ആൺകുട്ടികൾ ജനിച്ചാൽ ഒരിക്കലും അവർ ജീവിക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ മൂത്ത കുഞ്ഞ് അശ്വതി നാളിലാണ് ജനിച്ചത്, അതുകൊണ്ട് അവൻ ജീവിക്കാൻ അഥവാ ജീവിച്ചാലും 3 വയസ്സേ ആയുസുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഒരാൾ പറഞ്ഞത് തെറ്റാണെന്ന് വേറെ ആൾ പോയി കണ്ടു. അദ്ദേഹവും പറഞ്ഞു 3.5 വയസ്സിനപ്പുറത്ത് ആയുസില്ല, അത് ഇപ്പോൾ തന്നെ പോകുക, അതുകൊണ്ട് മരണാനന്തര കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിച്ചാൽ മതിയെന്ന്. അപ്പം ഞാനിങ്ങനെ അന്ന് ഒരു ദൈവം ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഞാനും വൈഫൊക്കെ ചിന്തിക്കുന്നു. കാരണം ഹൈന്ദവ പശ്ചാത്തലത്തിൽ ഒത്തിരി ഈ സമയത്തൊക്കെ ഒത്തിരി ആളുകൾ വരികയും
നേർച്ചകൾ, കാഴ്ചകൾ. അച്ഛൻ്റെ വീട് തിരുവല്ല എഴുമറ്റൂരാണ്. അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. അവിടെ വാള് കൊടുത്ത് സ്വർണ്ണ വാള് കൊടുത്താൽ ഭയങ്കര സൗഖ്യം. അച്ഛൻ പറഞ്ഞ് അത് ചെയ്തു. ശബരിമലയ്ക്ക് കുട്ടിയെ നടത്തിക്കൊണ്ട് പോയ ഒരു കുഴപ്പമില്ല. അതും നേർച്ച പറഞ്ഞു. ഇവിടെ ഉണ്ടാകും, നടക്കാൻ ശ്രമം നടന്ന് അവിടെ വന്നോളാം എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ അന്ന് വന്ന് കാണുന്നവരെല്ലാം ആ നിലയിലുള്ള നേർച്ചകളും കാഴ്ചകളൊക്കെ അവരെ കൊണ്ട് പറ്റുന്ന, അവരെ കൊണ്ട് അറിയുന്നതൊക്കെ പറഞ്ഞു. അതെല്ലാം ഞാൻ ചെയ്യാം, ഏത് പറഞ്ഞാലും വന്ന് ചെയ്യാം. കാരണം ഈ കുഞ്ഞിന് ജീവനോടെ തിരികെ കിട്ടുന്ന ഒരു താല്പര്യം, ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായി. കാരണം പൈസ ഇഷ്ടം പോലെ ഉണ്ട്, കൊണ്ടുപോകാൻ സൗകര്യമുണ്ട്, ചികിത്സിക്കാൻ നോക്കിയിട്ട് ഒരു മാർഗ്ഗമില്ല. ഡോക്ടർ പറഞ്ഞു ഇത്രയും ചെറിയ കുട്ടിക്ക് ഈ ഒരു അസുഖത്തിന് ഇനി കൂടുതൽ മരുന്ന് തരാനില്ല, നിങ്ങൾ ഇനി ഇങ്ങോട്ട് മരുന്നിനായിട്ട് വരണ്ട എന്ന് പറഞ്ഞു. വീട്ടിലേക്ക് ഒരു 8 ദിവസം കഴിയുമ്പോൾ മരിക്കുന്ന നിലയിലേക്കുള്ളൊരു അഡ്വൈസാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ വന്ന മരണത്തിന് വേണ്ടി വിധിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഞാനും ഭാര്യയും കുഞ്ഞു മരിച്ചാൽ നമുക്ക് മരിക്കാന്നൊക്കെ ഞാനും അങ്ങനെ തീരുമാനമെടുത്തു. അപ്പോൾ എല്ലാ കഴിവുണ്ടെങ്കിലും, പ്രാപ്തിയുണ്ടെങ്കിലും, ആരോഗ്യമുണ്ടെങ്കിലും, കൂട്ടുകാരുണ്ടെങ്കിലും, സമ്പത്തുണ്ടെങ്കിലും ഒന്നും പ്രയോജനപ്പെടാതെ പോകുന്ന ഒരു കാര്യമാണല്ലോ എന്നിങ്ങനെ ചിന്തിച്ച് വളരെ ദുഃഖത്തിലായതൊരു ഇടയായി. ആ സമയത്ത് ഇങ്ങനെ ഒരു 5 ദിവസമായപ്പോൾ ഞങ്ങൾ അടുത്തുള്ള ഒരു കർത്താവിൻ്റെ അന്ന് അവിടെയുള്ള ദൈവദാസൻ NB ദേവസ്യ എന്ന് പറഞ്ഞ രാജാക്കണ്ടത്തുള്ള വണ്ടമേട് രാജാക്കണ്ടത്തുള്ള പാസ്റ്റർ സഭയായിട്ട് വീട്ടിൽ വരികയും എന്നോട് സുവിശേഷം പറയുകയും യേശുവിനെ കുറിച്ച് പറയുകയൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞു, എൻ്റെ ഈ കുഞ്ഞ് ജീവിക്കുകയാണെങ്കിൽ, അങ്ങനെ യേശു ഉണ്ടെങ്കിൽ യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കാൻ തയ്യാറാണ് എന്ന് ഇങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം അതിന് പ്രകാരം പ്രാർത്ഥിച്ചു. കർത്താവിന് വേണ്ടി ഞങ്ങളെ സമർപ്പിക്കണമെന്നൊക്കെ പറഞ്ഞു, ഞങ്ങൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. ഏതായാലും അദ്ദേഹം പ്രാർത്ഥിച്ചു പോയി 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ ആ ശ്വാസം മാത്രം തൊണ്ടയിൽ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയായിരുന്നു. ജീവൻ നിർജീവമായിരിക്കുന്ന അവസ്ഥയിലാണ്. അദ്ദേഹം പ്രാർത്ഥി 1 മണി കഴിഞ്ഞപ്പോൾ കുഞ്ഞ് ജീവൻ തിരികെ വന്നതുപോലെ അതുവരെ പാല് കുടിക്കാത്ത മാംസങ്ങളെല്ലാം പൊഴിഞ്ഞ് പഞ്ഞി പൊതിഞ്ഞ് തുണി പൊതിഞ്ഞ് എടുക്കുമ്പോൾ മാംസക്കിരണം വീഴുന്ന സാഹചര്യത്തിൽ മണമായിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് അത്ഭുതമായി 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കുഞ്ഞ് പാല് കുടിക്കാൻ തുടങ്ങി. പിറ്റേ ദിവസം ആയപ്പോൾ മുറിവുകളൊക്കെ പയ്യെ കരിഞ്ഞു തുടങ്ങി. 8 ദിവസമായപ്പോൾ ഒരു സമ്പൂർണ്ണ സൗഖ്യമൊന്നുമല്ല, മരുന്നുകളൊന്നും പ്രയോജനം ചെയ്യാതെ അദ്ദേഹം പ്രാർത്ഥിച്ചു തന്ന വെളിച്ചെണ്ണ ഇങ്ങനെ തുടരെ പുരട്ടി അത് സൗഖ്യത്തിലേക്ക്. ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ സാധാരണ കുഞ്ഞ് ജനിച്ച് അങ്ങനെ ഇരിക്കും അതേ നിലയിലേക്ക് എൻ്റെ കുഞ്ഞിനെ അത്ഭുതമായി ദൈവം സൗഖ്യമായി. അത് എൻ്റെ ജീവിതത്തിൽ വളരെ അത്ഭുതകരമായ ഒരു ചേഞ്ചായി മാറി. ഒരു ദൈവമുണ്ട്, പ്രാർത്ഥിച്ചാൽ കേൾക്കുന്ന ദൈവമുണ്ട്. മലയ്ക്ക് പോയാൽ ഉണിസാൻ കയറിയാൽ കാണാത്തൊരു കാഴ്ച, പ്രാർത്ഥിക്കുന്നതിലൂടെ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ആ പ്രവൃത്തി അന്ന് ഞാനും എൻ്റെ ഭാര്യയും കാണുവാനായിട്ട് ദൈവം ഞങ്ങളെ സഹായിച്ചു. അത് നിമിത്തം ഞങ്ങൾ പിറ്റേ ആഴ്ചകളൊക്കെ ആ സഭയോട് ബന്ധപ്പെട്ട് ആരാധനയ്ക്ക് പോകാൻ തുടങ്ങി. 1, 2, 3 ആഴ്ചയൊക്കെ പോയി. ആദ്യത്തെ ആഴ്ച തന്നെ അദ്ദേഹം ചെന്നപ്പോൾ പ്രസംഗിച്ച വചനം 1-ാം സങ്കീർത്തനം അത് വായിച്ചത്. ദുഷ്ടന്മാരായപ്പോൾ നടക്കാതെ, പാവിയുടെ വഴി നിൽക്കാതെ, പരിഹാസത്തിൽ ഇരിക്കാതെ യഹോവയുടെ ന്യായത്തിൽ സന്തോഷിക്കുക. അന്നത് കേട്ടപ്പോൾ ഒരു പുതിയ ആശ്വാസം ഹൃദയത്തിലേക്ക് വന്നു. പാവിയുടെ വഴി പോയാലുള്ള ദോഷവും നീതിമാന്റെ വഴിയൊക്കെയുള്ള അനുഗ്രഹമൊക്കെ കേട്ടപ്പോൾ വളരെ കരച്ചിലായിരുന്നു. അന്ന് വായന കേൾക്കുമ്പോൾ ഒന്നും അറിയത്തില്ല, കരയാൻ മാത്രമായിരുന്നു. ഒത്തിരിയൊക്കെ കരഞ്ഞു. വീട്ടിൽ വന്നപ്പോൾ കുഞ്ഞിൻ്റെ സന്തോഷം ചിരിയെ കാണുമ്പോൾ ഇങ്ങനെ ദൈവം ഉണ്ടല്ലോ എന്നുള്ള ആ ചിന്ത. അങ്ങനെ 1 മാസമായപ്പോൾ വീട്ടുകാർ പറഞ്ഞു, ഈ വെണ്ടയ്ക്ക ഒരിക്കലും പാവയ്ക്കാകത്തില്ല, കുമ്പളങ്ങ ഒരിക്കലും മത്തങ്ങ ആകത്തില്ല, അതുകൊണ്ട് നമുക്കതൊന്നും പറ്റുന്നില്ല, അതുകൊണ്ട് അങ്ങനെ ഒന്നും പോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, ഞാൻ അന്നൊരു കാര്യം ഇങ്ങനെ പറഞ്ഞത്, അതുകൊണ്ട് എന്തു വന്നാലും എനിക്ക് ആ വഴി എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. അവർ പറഞ്ഞു, അനിയന്മാർ രണ്ടുപേരും അച്ഛനും എല്ലാം കൂടെ ഞങ്ങളുടെ ആകെ എതിർപ്പായി. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, വീട്ടിൽ ഇവിടെ താമസിക്കണമെങ്കിൽ ഇവിടെ ഇതിന് പറ്റത്തില്ല എന്ന് പറഞ്ഞ് എന്നെ വീട്ടിൽ നിന്ന് ഒരു ദാക്ഷിണ്യം കൂടാതെ എന്നെയും ഭാര്യയും കുഞ്ഞിനും കൂടെ ഇറക്കി വിടരുത്. ഞങ്ങൾ തൊട്ടടുത്തുള്ള 2 വിശ്വാസ കുടുംബങ്ങളിലേക്ക് പോയി. അവിടെ ഇങ്ങനെ താമസിക്കുക അതൊരു ബുദ്ധിമുട്ടാണ്. അവിടെ വീട്ടിലെ 2 ആഴ്ച മാറി താമസിച്ച് പാർട്ടിക്കാരെ കണ്ടു. പാർട്ടിയുടെ ആളായത് പാർട്ടിക്കാരെല്ലാം കൂടെ ഇടപെട്ട് എൻ്റെ വീടിൻ്റെ 1 ഏക്കർ സ്ഥലമാണ്. വീടിൻ്റെ ഏറ്റവും അറ്റത്ത് ഒരു വീട് വയ്ക്കാൻ മാത്രം സ്ഥലം. അത് ഒത്തിരി വഴക്കും ഒത്തിരി പ്രശ്നമൊക്കെ ഉണ്ട്. പിന്നെ ഒത്തിരി തല്ലാനും വെട്ടാനും ഒക്കെ ഒത്തിരി പ്രയാസങ്ങൾ അച്ഛനുണ്ട്. കാരണം അച്ഛൻ ഈ വാറ്റും അതിൻ്റെ ഗുണ്ടകൾ ഒത്തിരി കൂടെ ഉള്ളതുകൊണ്ട് ഒത്തിരി ആളുകൾ അതിനൊക്കെ കൂടി, ഒത്തിരി ആളുകൾ വീട്ടുകാരുടെ കൂടെയാണ് എല്ലാവരും. എൻ്റെ കൂടെ ഉള്ളവർ തന്നെ എല്ലാവരും എനിക്കെതിരെ, ആരും എന്നോട് സപ്പോർട്ടില്ല. കാരണം വേറെ എവിടെ പോയാലും പെന്തിക്കോസിൽ പോകുന്നത് അത്ര മോശമായ ഒരു കാര്യമായിട്ട് അവർ ചിത്രീകരിച്ച് എവിടെ ഇറങ്ങിയാലും തെരുവിളിയും ആക്ഷേപവും. അപ്പോൾ ഈ തടിയും വെട്ടിക്കളും വാറ്റുമൊക്കെ നടത്തി അങ്ങനെയൊക്കെ നടക്കുമ്പോഴുള്ള ആ സൗഹൃദങ്ങളിൽ എതിരായി മുഴുവൻ ആളുകളും നമുക്കെന്തോ തലയ്ക്ക് പിരിവെട്ടി അല്ലെങ്കിൽ തലയ്ക്ക് വട്ടായി എന്നുള്ള നിലയിലേക്ക് പറഞ്ഞു വരും. അപ്പോൾ എനിക്ക് പുറത്തിറങ്ങാൻ മേലാത്തൊരു സാഹചര്യം എൻ്റെ ജീവിതത്തിലേക്ക് വന്നു. അപ്പോഴൊക്കെ എന്നെ ആശ്വസിച്ച് അന്നത്തെ ദേവദാസനും സഭയുമായിരുന്നു. ആ ഒരു ആശ്വാസത്തോടെ ഒരു ചെറിയ വീട്, ഒരു ഓല കിട്ടിയ വീട്, ഈ അന്നത്തെ പനയോല വാങ്ങിയൊരു
10-15 വാങ്ങിയിട്ട് ഒരു മുറി അടുക്കളയുള്ള ഒരു മുറി താമസിക്കാനുള്ള ഒരു ചെറിയ വീട് അവിടെ പണിതു. അവിടെ താമസിച്ചു. വീട്ടിലെ കാര്യമെല്ലാം നോക്കി അന്വേഷിച്ചാൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു പാത്രമൊന്നുമില്ല. ഇപ്പോൾ ആരോടും ചോദിച്ചാലും തരുന്നില്ലാത്ത സാഹചര്യം. എല്ലാം കൂടെ ഒറ്റപ്പെട്ടു പോയി. കഞ്ഞി വയ്ക്കാൻ വന്നിട്ട് ചെറിയ പാത്രങ്ങളൊക്കെ വാങ്ങാം. കഞ്ഞി കുടിക്കാനായിട്ട് പാത്രമില്ലാത്തൊരു സാഹചര്യം. ഈ വലിയ വട്ടയില കുറച്ച് 15 ദിവസത്തോളം ഞാനും എൻ്റെ ഭാര്യയും കുഞ്ഞും ഈ വട്ടയിലക്കകത്ത് കഞ്ഞി കുടിക്കേണ്ട സാഹചര്യം ഉണ്ടായി. അങ്ങനെ വളരെ തീക്ഷ്ണമായ ഒരു സാഹചര്യമായിരുന്നു രക്ഷിക്കപ്പെട്ട സമയത്ത് എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചത്. ആ അനുഭവത്തിലൂടെ ഒക്കെ പോയപ്പോഴും എനിക്ക് ആശ്വാസം പറയുന്നത് ദൈവവചനമാണ്. കാരണം ഞാൻ ഒരു ബൈബിൾ എനിക്ക് അവർ തന്നു. അതിങ്ങനെ രാവിലെ വരും കൂടുതൽ വായിക്കുക, അറിയാവുന്ന വാചകങ്ങളിൽ പ്രാർത്ഥിക്കുക. പാട്ടുപുസ്തകത്തിൽ പാട്ടെല്ലാം പാടാനൊന്നും പ്രത്യേക ട്യൂൺ എടുത്തില്ല, എല്ലാം ഒരേ ട്യൂണാണ്. പക്ഷെ ഒരു പാട്ട് തുടങ്ങി എല്ലാ പാട്ടും ഒന്ന് പാടിക്കൊണ്ടേയിരിക്കും, ബൈബിൾ വായിച്ചുകൊണ്ടേയിരിക്കും. അതിനെൻ്റെ എൻ്റെ ഭാര്യ സൗകര്യം എന്നെ ഒത്തിരി സഹായിച്ചു. എപ്പോഴും പാടുന്നതിനും പ്രാർത്ഥനയിലും ഒക്കെ എല്ലാവിധ സഹായങ്ങളും അദ്ദേഹം ഈ വിശ്വാസത്തിലാണ് എന്നെ സഹായിക്കാൻ എത്തുന്നത്. അവൻ്റെ വിശ്വാസത്തിലേക്ക് പിന്നെ എനിക്കൊരു 6 മാസത്തോളം ആരും ജോലി തരത്തില്ല, കൂലിയില്ല, പട്ടിണിയുടെ ഒരു വലിയ നീണ്ട ദിവസങ്ങൾ അങ്ങനെ പോയി. അങ്ങനെയൊക്കെ പോയ സമയത്ത് ആ ദൈവസഭയുടെയും പാസ്റ്ററുടെയും സഹകരണം, അന്നൊന്നും അവർക്കൊന്നും പൈസയൊന്നുമില്ല. സഭയിലുള്ള സ്തോത്രാഴ്ച 20 രൂപ 30 രൂപയൊക്കെയാണ്. അദ്ദേഹം പണ്ടം വീട്ടുന്നതാണ്. അദ്ദേഹത്തിന് പോകാൻ 15 രൂപ വേണം, പോയിട്ട് 15 രൂപ. എന്നാലും അദ്ദേഹം ചില സമയത്തൊക്കെ എനിക്ക് 10 രൂപയും തന്നിട്ട് പോകും. ഏതായാലും ഒരു 6-7 മാസം, ഒരു 8-8 മാസം ആ നിലയിൽ തന്നെ അങ്ങനെ പോയി. ഈ നിന്ദകളുടെയും പരിഹാസങ്ങളുടെയും എല്ലാം നടുവിൽ ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് വളരെ രസകരമായി കുഞ്ഞിൻ്റെ ആ മരണസാഹചര്യത്തെ മാറ്റിയിട്ട് അത്ഭുതമായി ദൈവപ്രവൃത്തിയിലൂടെ കുഞ്ഞ് സൗഖ്യമായി വിടുതലൂടെ വന്നു. വീണ്ടും ഈ 3.5 വയസ്സ് കഴിയുമ്പോൾ മരിക്കുമല്ലോ എന്നൊക്കെ ഒരു ചിന്തയെങ്കിലും വന്നു. പക്ഷെ വചനത്തിൽ വായിക്കുമ്പോൾ മത്തായി സുവിശേഷം 5-ാം അധ്യായം കരുണയുള്ള ഭാഗ്യവാന്മാർ, ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ എന്നുള്ള വാക്യങ്ങൾ വായിച്ച് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, ഇതൊക്കെ വായിച്ചപ്പോൾ അതൊക്കെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ആഴമായി പതിയുവാൻ പിന്നെ ഇത് വായിക്കുമ്പോഴുള്ള ആ സന്തോഷവും സമാധാനം അത് വായിച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കും. രാത്രി മുഴുവൻ ഉറങ്ങുന്ന സമയം വരെയും പ്രാർത്ഥിക്കും. രാവിലെ വീട്ടിൽ 4 മണിക്കാകുമ്പോൾ എഴുന്നേൽക്കും. എന്നിട്ട് വീണ്ടും ഇങ്ങനെ പ്രാർത്ഥിക്കും. അപ്പോൾ അന്ന് ഈ ഫോറസ്റ്റിന്റെ തടിയൊക്കെ വെട്ടിയെങ്കിലും 6-7 കേസുകളോളം ഉണ്ടായിരുന്നു. അതെനിക്ക് കുറച്ചേരം വീട്ടിൽ ഞാൻ ഒരു സൈഡിൽ എപ്പോഴും അതിലും ചാടാന്നില്ല, ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അപ്പുറത്തോട്ട് ചാടാൻ, ഇപ്പുറത്ത് നിന്ന് ഇങ്ങനെ ചാടിപ്പോകുന്ന സാഹചര്യത്തിലാണ് വീട്ടിലിരിക്കുന്നത്. കാരണം അത്രയും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ് ആ സമയത്ത്. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നെങ്കിൽ അതെല്ലാം രാഷ്ട്രീയമായിട്ട് നേടുന്നെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടപ്പോൾ എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തിക്കൊണ്ട് എന്നെ ആ നിലയിലേക്ക് ഭീഷണിപ്പെടുത്തി അകത്താക്കുന്ന നിലയിലായി. അപ്പം എനിക്ക് ആ കേസുകളെല്ലാം വളരെ ഭീഷണിയായി നിന്നു. ഞാൻ സഭയിൽ പറയുകയും പ്രാർത്ഥിക്കുകയും. അപ്പൊ എൻ്റെ കാലിന്റെ ഈ തള്ളവിരലിന്റെ സൈഡിലൊരു 8 പോലത്തെ ഒരു സാധനം ഇങ്ങനെ ഈ മാംസത്തിനകത്ത് വളർന്ന് ഇങ്ങനെ പുറത്തേക്ക് വന്ന് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അതിങ്ങനെ പുറത്തേക്ക് വന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഈ നഖം പോലെ പുറത്തേക്ക് ഇങ്ങനെ വിരിഞ്ഞു വരും. അത് ഞാൻ കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ചോര നിൽക്കാതെ ഒഴുകിടും. അപ്പൊ രാവിലെ തണുപ്പടിക്കുമ്പോൾ പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അതങ്ങനെ ഭയങ്കര വേദനയായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കണ്ടും മെഡിക്കൽ കോളേജിൽ പോയി പറഞ്ഞത് അസ്ഥിയിൽ നിന്ന് വളരുന്നതാണ്, അത് എന്താണെന്ന് അറിയത്തില്ല, അത് മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമാണെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അതിങ്ങനെ ഞാനിങ്ങനെ മൂടി വെച്ച് കെട്ടിക്കൊണ്ടൊക്കെയാണ് നടക്കുന്നത്. അപ്പൊ എനിക്ക് തണുപ്പൊക്കെ കഴിഞ്ഞാൽ, ഹൈറേഞ്ചിലെ തണുപ്പൊക്കെ കഴിഞ്ഞാൽ പുറത്ത് ഇറങ്ങി, അല്ലെ ഇത് കാല് വേദന എടുക്കുന്നു. അതിന് ഞാൻ സഭയിൽ വന്നപ്പോൾ ഇതിങ്ങനെ ഒരു വിഷയമായിട്ട് സഭയിൽ പറഞ്ഞു പ്രാർത്ഥിക്കുക. അതിൽ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ മരുന്ന് കഴിക്കുന്നെങ്കിൽ അതൊന്നും പ്രയോജനപ്പെടുത്തി. കാരണം ഇത് ഇച്ചിരി നീണ്ടു വന്നെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെ കട്ട് ചെയ്യാൻ നിൽക്കിയാൽ അതിൽ ചോര നിൽക്കത്തില്ല. കട്ട് ചെയ്ത് കഴിഞ്ഞ് വേദനയും കൂടുതലാണ്. അപ്പൊ അതിങ്ങനെ വളരുന്ന പുറത്തേക്ക് ഇങ്ങനെ ഒരു വിരലിന്റെ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു സിഗരറ്റിന്റെ വലിപ്പത്തിൽ ഇങ്ങനെ പുറത്തേക്ക് വന്ന് നീണ്ടു നിൽക്കുകയാണ്. ഒരു 1.5 ഇഞ്ച് നീളത്തിലോളം വന്ന് നിൽക്കുകയാണ്. അതിങ്ങനെ നിൽക്കുന്നത് എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. അത് ഞാൻ ഒത്തിരി പേര് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പറഞ്ഞിട്ട് ഒന്നും കാണാതിരിക്കുമ്പോൾ ഒരു 3-4 പ്രാവശ്യം സഭയിൽ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൽ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം നേരം വെളുക്കുമ്പോൾ അത് ഞാൻ കിടക്കുന്ന പായൽ ഇങ്ങനെ ഊരി കിടക്കുന്നു. അകത്തൊരു വിരൽ കയറിപ്പോലെ തുളയായിട്ട് കിടക്കുന്നു. അതൊരു രക്തമൊന്നും വരാതെ ഒരു മാസം കഴിയുമ്പോൾ അത് തന്നെ മൂടി അങ്ങ് പോയിരുന്നു. അത്ഭുതകരമായിട്ട് ദൈവം ആ സാധനം, ഡോക്ടർമാരൊക്കെ പറഞ്ഞത് ഇനി മാറത്തില്ലെന്ന് പറഞ്ഞത്, അത്ഭുതമായി എൻ്റെ കാലിൽ നിന്ന് അത് പോയി. എനിക്കത് സൗഖ്യമായി. ഇപ്പോഴും ആ പാട് എൻ്റെ കാലിൽ ഇങ്ങനെ ഉണ്ട്. ഇങ്ങനെ 1-2 വിഷയങ്ങളിലൂടെ തന്നെ ദൈവം എന്നെയും കുടുംബത്തെയും ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക്, ആഴമായ ദൈവപ്രവൃത്തിയിലേക്ക് നടത്തുവാൻ ഇടയിട്ടു. ബൈബിൾ വായനയും പ്രാർത്ഥനയും ചെറിയ കൂലിപ്പണിക്കൊക്കെ പോകാൻ തുടങ്ങി. അപ്പൊ ഞാൻ അന്നുവരെയും കൂലിപ്പണി പോയിട്ടില്ല. ആ നിലയ്ക്ക് ഇരിക്കുമ്പോൾ എനിക്ക് ഈ മുമ്പോട്ട് പോകാനൊരു ഭാര്യയും പോരുന്നതിന് ഞാൻ കൂലിപ്പണിക്കൊക്കെ അന്വേഷിച്ച് ആരുടെ കൂടെ പോകും. ഇപ്പൊ പണിയൊന്നും അറിയത്തില്ല, അങ്ങനെ കൂലിപ്പണിക്കൊന്നും പോയി പരിചയമൊന്നുമില്ല. എന്നെ 1-2 പേരെയൊക്കെ വിളിച്ചുകൊണ്ട് പോയി ചെറിയ പണികൾ കൂടെ നിർത്തി ചെയ്യിച്ചു. അവർക്ക് 25 രൂപ കിട്ടുമ്പോൾ എനിക്ക് 20 രൂപയെ തരത്തുള്ളൂ. അങ്ങനെയൊക്കെ ഒരു വർഷത്തോളം പോയി പണിയൊക്കെ എടുക്കാൻ പഠിച്ചു. അങ്ങനെ പോയപ്പോൾ പണിക്ക് പോകുമ്പോൾ ഈ കിട്ടുന്ന പൈസ എനിക്ക് എൻ്റെ കുടുംബത്തിൽ ഒരു 50 രൂപ 70 രൂപ ചിലവ്. കാരണം അന്ന് 5 രൂപയ്ക്ക് 5 കിലോ അരി, 1 കിലോ അരി കിട്ടും.
ഒരു 5 കിലോ അരി മേടിച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മതിയിട്ട് ബാക്കിയൊക്കെ കിട്ടുന്ന പൈസയൊക്കെ സഭയുടെ പാസ്റ്റർ കൊടുക്കാനും വെള്ളിയാഴ്ച പാസ്റ്റർ വന്നാൽ ശനിയാഴ്ച പകൽ മൊത്തം വീടുകളൊക്കെ പോകും. അപ്പോൾ എന്നെ കൊണ്ട് ഇങ്ങനെ പോകും. അപ്പം ഞാൻ അങ്ങനെ എൻ്റെ അടുത്തുള്ളൊരു സഹോദരൻ ടോമി എന്ന് പറഞ്ഞ സിബി ടോമി എന്ന് പറഞ്ഞ അവരാണ് ഞങ്ങളുടെ വിശ്വാസത്തിൽ അന്ന് ഞങ്ങളൊപ്പം ഉണ്ടായിരുന്നവരെ. അവരും ഇങ്ങനെ ഞാൻ പാസ്റ്റർ കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ 3-4 പേര് ഇപ്പോഴും പാസ്റ്റർ ഇങ്ങനെ പിള്ളേരായിട്ട് പോകും. അപ്പോൾ ഈ ടോമി എന്ന് പറഞ്ഞ ആ സഹോദരൻ ഇപ്പോൾ പഞ്ചാബിൽ കർത്താവിൻ്റെ വേലയിലാണ്. അദ്ദേഹത്തിന് അന്ന് കൃപാവര ശുശ്രൂഷ ഉണ്ടായിരുന്നു. അദ്ദേഹം വീട്ടിലേക്ക് വരുമ്പോൾ ഇടയ്ക്ക് സമയമൊക്കെ കിട്ടും വീട്ടിൽ ഒരു ഒരുമിച്ച് പ്രാർത്ഥിക്കും. എന്ന് പലപ്പോഴും അദ്ദേഹം ദൈവാലോചന പറയുമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വേദവാക്യമാണ് 32-ാം സംഗീതം 8-ാം വാക്യം. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടെന്ന് വഴി കാണിച്ച് നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. അത് കൂടെ ഇങ്ങനെ ആലോചനയായിട്ട് അദ്ദേഹം പറയും. ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങളെല്ലാം മാറും, ദൈവം വലിയ കാര്യങ്ങളൊക്കെ നടത്തും. അപ്പോൾ അദ്ദേഹം തെങ്കാശിയിൽ നിന്ന് ഈ ബൈബിൾ കോളേജിന്റെ അവധി കിട്ടി വരുമ്പോൾ ഞങ്ങളെ കൂടെ വന്ന് പ്രാർത്ഥനയിൽ അധികം ഉത്സാഹിപ്പിക്കും. അദ്ദേഹം വീട്ടിൽ വരികയും സന്ധ്യയ്ക്ക് ഞങ്ങളോട് വിശ്രമിക്കുകയും മണിക്കൂറുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറും. ആ പ്രാർത്ഥനയിലൂടെ അദ്ദേഹം ബൈബിളിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം പ്രസംഗിക്കാനായിട്ട് ട്രെയിനിങ് ചെയ്യാനായിട്ട് മലയിൽ പോകും. എന്നെ കൂട്ടിക്കൊണ്ട് പോകും. അദ്ദേഹം വലിയ മലയിൽ ഇങ്ങനെ ഈ ചുറ്റീന്തുകളൊക്കെ വളർന്നിരിക്കുന്നത്. അദ്ദേഹം അതിനോടാണ് പ്രസംഗിച്ച് പഠിക്കുന്നത്. രോഗിയായ നിന്നെ യേശു സൗഖ്യമാക്കുന്നു, കുരുടനായ നിനക്ക് കാഴ്ച തരുന്നു. അദ്ദേഹം ബൈബിൾ കോളേജ് പഠിച്ചു തുടങ്ങി. അപ്പോൾ എന്നെ കൂടെ പുറകെ നിർത്തിയിട്ട് ഇത് എന്നെ കണ്ടു. ഞാനും ഇത് ട്രെയിൻ ചെയ്യാൻ തുടങ്ങി. തുടങ്ങിയപ്പോൾ എനിക്ക് കർത്താവ് എന്നോട് ഇദ്ദേഹം ഒന്നുകൂടെ ആലോചന പറയും, കർത്താവിന് വേലയ്ക്ക് വിളിയുണ്ട്, ദൈവവേലയ്ക്ക് ഇറങ്ങുന്ന ദൈവം വിളിക്കുന്നുണ്ടെന്നൊക്കെ പറയും. അപ്പോൾ എനിക്കത് ബോധം സാധിക്കും. കാരണം എൻ്റെ വൈഫിനെ നോക്കാൻ എൻ്റെ വൈഫിൻ്റെ വീട്ടുകാർ എതിരാണ്, എൻ്റെ വീട്ടുകാർ എതിരാണ്. ഇവരെ എങ്ങോട്ട് വിടണമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇതിനിടയ്ക്ക് എൻ്റെ വൈഫിൻ്റെ ആങ്ങളയ്ക്ക് ഈ ചുഴലി അല്ലെങ്കിൽ ചന്ദ്രരോഗം എന്ന് പറഞ്ഞ അസുഖമായിട്ടിരിക്കുന്നതുകൊണ്ട് അവരും ഞങ്ങൾ വന്ന് വിശ്വാസത്തിൽ വരുന്നതിന് 1 മാസം മുമ്പ് വിശ്വാസത്തിലേക്ക് ടേൺ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ അവരും പയ്യെ ടേൺ ചെയ്തെങ്കിലും ഞങ്ങളുമായിട്ട് അത്ര സുഖമല്ലാതൊരു ബുദ്ധിമുട്ടാണ് പോയത്. ഞാനിങ്ങനെ ബൈബിൾ 1 വർഷം കഴിഞ്ഞപ്പോൾ പണിക്കൊക്കെ പോയി കാര്യങ്ങളൊക്കെ ഒരു ഇതായി ഈ പുല്ലുവീട്ടിൽ താമസിച്ചുകൊണ്ട് മറ്റൊരു കാര്യത്തിനും പോകാതെ ഈ വചന ചിന്തയിലേക്കും ദൈവദാസന്റെ കൂടെയുള്ള വേലയിലേക്കും വിശേഷം അന്ന് ഈ യുവജനങ്ങളുടെ സെക്രട്ടറി ആക്കി എന്നെ മാറ്റി. മറ്റുള്ളവരൊക്കെ പോയപ്പോൾ എനിക്ക് അതിനൊരു ചെറിയ കഴിവൊക്കെ ഉണ്ടെന്ന് മനസ്സിൽ അങ്ങനെ തന്നു. അങ്ങനെയൊക്കെ സഭയുടെ എല്ലാ കാര്യത്തിനും ഒരു ആക്റ്റീവായിട്ട് പോകാൻ 1-2 വർഷം കൊണ്ട് തന്നെ ഒരു നല്ല ഭാഗ്യാവസ്ഥ ദൈവം എനിക്ക് നൽകി തന്നു. അങ്ങനെ രക്ഷിക്കപ്പെട്ട ആ ഒരു സാഹചര്യം വിശേഷാൽ വളരെ പ്രശ്നകലുഷിതമായത് ദൈവവചനത്തിലൂടെ മനഃശാന്തിയും ദൈവിക സന്തോഷവും ദൈവികമായ പ്രത്യാശയും ഒരു വലിയ ഗുണ്ടയാകണോ അല്ലെങ്കിൽ വലിയ അടിക്കാരനാണ് തൊഴിൽക്കാരനോ ചിന്തയെല്ലാം മാറിയിട്ട് സൗമ്യനായി ജീവിക്കണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് എൻ്റെ ജീവിതത്തെ ആ വചന പഠനവും ആ നിലയിലുള്ള മാനസാന്തരത്തെ അനുഭവങ്ങൾ എന്നെ സഹായിപ്പാൻ ദൈവം സഹായിച്ചു. അങ്ങനെ പാപത്തിന് ക്ഷമ വരുവാൻ തക്കണം കർത്താവിൻ്റെ വചനമാണ് ഏറ്റവും മതിയായതെന്ന് കുറഞ്ഞ കാലം കൊണ്ട് എനിക്ക് ബോധ്യപ്പെടുകയും ഒരു 1.5 വർഷത്തോളം വചനം പഠിച്ചതിന് ശേഷം ഞാനും കുടുംബമായിട്ട് 91 നവംബർ മാസത്തിൽ സ്നാനപ്പെടുവാൻ ദൈവം എനിക്ക് അവസരം നൽകി. 92 നവംബറിൽ സ്നാനപ്പെടുവാനുള്ള അവസരം നൽകി. ഞങ്ങൾ രണ്ടുപേരും സഭയോട് ചേർന്നു. ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും സഭയോട് ചേർന്നത് നിമിത്തം ഞങ്ങളുടെ കുടുംബത്തെ ദൈവം പടിപടിയായി പണിയാൻ തുടങ്ങി. അങ്ങനെ തുടർന്ന് ഇരുന്ന് പാസ് സ്ഥലം മാറിപ്പോവുകയും 92 അവസാനം ഒരു കർത്താദാസൻ സഭയിലേക്ക് സ്ഥലം മാറി വന്നു. അദ്ദേഹം വന്നപ്പോൾ തന്നെ പറഞ്ഞു, ഇദ്ദേഹം ഇവിടെ ഇരിക്കാനുള്ള ആളല്ല, ദൈവം പഠിക്കാനായിട്ട് എത്രയും പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞ് 1 മാസത്തിന് എൻ്റെ എല്ലാ കാര്യങ്ങളും പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ഒരു അനുകൂലമായ സാഹചര്യം കൊണ്ടുവന്നിട്ട് എൻ്റെ വൈഫിനെയും കുഞ്ഞിനെയും വീട്ടിൽ ചെന്ന് പറഞ്ഞിട്ട് എന്താണെങ്കിലും വചനം പഠിക്കുന്നവർ ഇദ്ദേഹത്തെ ഇവിടെ നിർത്തണമെന്ന് പറഞ്ഞ് ബലമായിട്ട് അവരെ പിടിച്ചേൽപ്പിച്ചിട്ട് എന്നെ ബൈബിൾ കോളേജിലേക്ക് പറഞ്ഞു പോയത്. അപ്പം ഞാൻ ഈ ടോമി എന്ന സഹോദരൻ്റെ കെറോഫിൽ അദ്ദേഹം തെങ്കാശി പഠിക്കുന്നു. രാമേശ്വരത്ത് എംബോലിസ് പാസ്റ്റർ കെറോഫിൽ മാർത്താണ്ഡത്ത് ഉള്ള ഒരു ബൈബിൾ കോളേജ് വിശ്വാസ നടന്ന ഹൈസ്കൂൾ ഹാരിസ് പാസ്റ്റർ ഇന്റർനാഷണൽ ഹൈസ്കൂളിലേക്ക് എന്നെ പറഞ്ഞേക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മലയാളം ഒഴികെ മറ്റൊരു ഭാഷ പഠിക്കാൻ അന്നൊരു താല്പര്യം ഉണ്ടായതുകൊണ്ട് ഞാൻ കേരളത്തിൽ എനിക്ക് പഠിക്കാൻ താല്പര്യമില്ല, പുറത്തേക്ക് പോകണം. അങ്ങനെ എന്നെ തമിഴ്നാട്ടിലേക്കുള്ള ബൈബിൾ കോളേജ് തിരുവനന്തപുരത്തും തമിഴ്നാടിനും ഇടയിലുള്ള കന്യാകുമാരി ജില്ലയിലുള്ള മാർത്താണ്ഡം ബൈസ്കൂളിലേക്ക് പറഞ്ഞയച്ചു. അവിടെ പോയി ബൈസ്കൂളിൽ ചേരുവാനും വചനം പഠിക്കുവാൻ ആരംഭിച്ചു. അങ്ങനെ വചനം പഠിക്കുവാൻ ആരംഭിച്ചപ്പോൾ ഞാൻ ഇംഗ്ലീഷ് മീഡിയം ആണെന്ന് വിധിച്ചെടുത്തത്. ഇംഗ്ലീഷ് മീഡിയത്തിൽ എല്ലാ ദിവസവും അധ്യാപകരില്ലെങ്കിൽ ഉടനെ മലയാളം മീഡിയം അല്ലെങ്കിൽ തമിഴ് മീഡിയത്തിലേക്ക് പോയി ക്ലാസ് എടുക്കും. അപ്പോൾ എൻ്റെ ഒരു ബുക്കിൽ എനിക്ക് 5 ബുക്കുമായിട്ടാണ് ഞാൻ ബൈബിൾ കോളേജിലേക്ക് പോയത്. 5 ബുക്ക് അന്ന് 15 രൂപയുള്ള ഒരു 200 രൂപ ബുക്കിന്. പക്ഷെ ആ ബുക്ക് മേടിക്കാൻ പോലും അന്നത്തെ സാഹചര്യത്തിൽ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ ബൈബിൾ കോളേജിൽ പോയത്. അവിടെ ചെന്നപ്പോൾ ഒരു ബുക്കിൽ 3 വിഷയമൊക്കെ എഴുതി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സെമസ്റ്റർ കഴിഞ്ഞ് ബുക്കെല്ലാം തീർന്നു. പക്ഷേ തിരിച്ച് വീട്ടിലേക്ക് ഒരു വരാൻ പറ്റത്തില്ല. കാരണം വീട്ടിൽ നിന്ന് എനിക്ക് ഒരു സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, ആരും ഒരു നിലയിൽ ഒരു സഹായമില്ല. അതുകൊണ്ട് ഞാൻ ആ സമയത്തെല്ലാം രാമേശ്വരത്ത് അന്ന് ഈ ബൈബിൾ
പൗലോസ് പാസ്റ്റർ അവിടെ പോയി പ്രവർത്തനം ആയപ്പോൾ 4-5 വർഷം കഴിഞ്ഞാണ്. അവിടെ ഭയങ്കര ഈ RSSന്റെയും സഭയുടെ ഭയങ്കര ഭീകരമായ അടി നടക്കുന്നത്. അപ്പൊ അദ്ദേഹം കൂടെ ബൈബിൾ വരുമ്പോൾ ആരെങ്കിലും സുവിശേഷ വേലയ്ക്ക് അടി കൊള്ളാൻ താല്പര്യമുണ്ട്, ബൈബിൾ കോളേജിൽ നിന്ന് അവധി കിട്ടുമ്പോൾ അങ്ങോട്ട് വരണമെന്ന് അദ്ദേഹം കൂടെ അദ്ദേഹത്തിന് സാക്ഷ്യം, അദ്ദേഹത്തിന്റെ മൊത്തം ബില്ലിയൊക്കെ. അപ്പൊ അങ്ങനെ സാക്ഷ്യം പറഞ്ഞു എനിക്ക് പോകാൻ വേണ്ടിയുള്ളത്. ഞാനെല്ലാ അവധി കിട്ടുമ്പോഴും ഈ രാമേശ്വരത്തേക്ക് പോകാനുള്ള ആ കാര്യത്തിൽ മുൻകൈ എടുത്ത് അങ്ങോട്ട് പോകും. അവിടെ പോകും. അവിടെ ചെല്ലുമ്പോൾ ഇതാണ് എല്ലാ ഗ്രാമത്തിലും പോയി പ്രസംഗിക്കും. ഒരു ഗ്രാമത്തിൽ പ്രസംഗിച്ച് അടുത്ത ഗ്രാമത്തിൽ അവിടെ മിക്കവാറും അടിയായിരിക്കും. ആ അടി പൗലോസ് പാസ്റ്ററും കൂടെയുള്ളവരെല്ലാം കൊള്ളും, ഞാനും കൊള്ളും. അങ്ങനെ ഗ്രാമങ്ങൾ മാറി മാറി പ്രസംഗിക്കുന്നെങ്കിലും അവർക്കൊന്നും യേശുവിനെ അറിയത്തില്ല. പക്ഷെ അടിയാണ് മിക്ക ദിവസവും. കിടക്കുന്ന ചർച്ചിലും രാത്രി വന്ന് ആക്രമിക്കും, മൈക്കെടുത്തുകൊണ്ട് പോകും, തീ വയ്ക്കും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ. അത് 1 മാസം 1.5 മാസം വീണ്ടും ബൈബിൾ കോളേജ് വരും, വചനം പഠിക്കും. വീണ്ടും ഞാൻ വീട്ടിലേക്ക് കത്തയക്കും. ഒരു കത്ത് പോയി തിരിച്ചു പറഞ്ഞാൽ 2-2.5 മാസമൊക്കെ എടുക്കും. 35 ദിവസം ഇല്ലെൻ്റെ കത്തയക്കും. ആ കത്ത് പോയിട്ട് തിരികെ മറുപടിയൊക്കെ കിട്ടുമ്പോൾ ചിലപ്പോൾ കത്ത് ഇവിടെ ആയിരിക്കും, അവിടെ ആയിരിക്കും. വിവരങ്ങളൊന്നും വേണ്ട പോലെ അറിയാൻ പറ്റത്തില്ല. 2000 ആകുന്നതിന് മുമ്പ് കർത്താവ് വരുന്നൊക്കെ ഒരു ചിന്ത അന്ന് പഠിപ്പിലൊക്കെ ആയതുകൊണ്ട് കർത്താവ് വരുന്നതിന് മുമ്പ് കർത്താവിനോട് മരിച്ചാലും വേണ്ടില്ല, എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യണം, കർത്താവിന് വേണ്ടി മരിച്ചാലും കുഴപ്പമില്ല, സ്വർഗത്തിൽ പോകാമെന്നുള്ള ഒരു വലിയ ദർശനം ഉള്ളിൽ കയറി. അപ്പം ആരടിച്ചാലും ആര് ദ്രോഹിച്ചാലും അതെല്ലാം കർത്താവ് സഹിച്ചതാണ്. അതുകൊണ്ട് നമുക്ക് ജയിക്കുവാനും കൊള്ളുവാനുമുള്ള ഒരു മനസ്സ് കർത്താവ് എന്നുള്ള ബോധ്യം അന്ന് ഭരിച്ചു. പോകുന്നിടത്തെല്ലാം കൂടുതൽ പ്രസംഗിക്കുവാനും സുവിശേഷ സാക്ഷ്യം വഹിക്കാനും വചനം പഠിക്കുന്നത് പോലെ തന്നെ ജീവിക്കാനും പ്രസംഗിക്കുവാനൊക്കെ ദൈവാവസരം തന്നു. ജീവിതം ഇങ്ങനെ മാറിക്കൊണ്ടേയിരുന്നു. ബൈബിൾ കോളേജിലൊക്കെ പഠിച്ചത് ഏറ്റവും കൂടുതൽ പഠിച്ച് ആരും ചോദിക്കാത്ത ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കും. എന്നോട് ബൈബിൾ കോളേജ് ചെന്നപ്പോൾ സാറിന് ചോദിച്ചു എത്ര ബൈബിൾ കോളേജ് പഠിച്ചിട്ടാണ്? ഞാൻ പറഞ്ഞു ഞാനൊരു കോളേജിൽ പഠിച്ചിട്ടൊന്നുമില്ല, ഇങ്ങനെ പുസ്തകം വായിച്ച് ഇങ്ങനെയൊക്കെ ഉള്ളത്. അതല്ല, താങ്കളുടെ ചോദ്യം പറിച്ചു കഴിഞ്ഞാൽ ഒത്തിരി അറിവുള്ളൂ. ഞാൻ പറയില്ല, എനിക്ക് ദൈവം തന്നെ അറിവുള്ളൂ, ഞാൻ ഇങ്ങനെയൊക്കെയാണ് ജീവിത സാക്ഷ്യം. അങ്ങനെ ബൈബിൾ കോളേജ് തന്നെ ഏറ്റവും നല്ല പഠനവും ബൈബിളിൽ മാത്രം ശ്രദ്ധിക്കും. രാത്രി 2:30-3 മണിക്ക് 12 മണി വരെ ഇരുന്ന് പ്രാർത്ഥിക്കും. 10 കോളേജ് ലൈറ്റ് അണച്ചാൽ 12 മണി വരെ ഞാനിത് പ്രാർത്ഥിക്കും. വെളുപ്പിന് 3:30 ആകുമ്പോൾ എഴുന്നേൽക്കും. എല്ലാവരും 5-6 മണി എഴുന്നേൽക്കും. ഞാൻ ആ ബാക്കി 3-3:30 ആകുമ്പോൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. കാരണം എനിക്ക് എങ്ങനെയും കർത്താവിന് വേണ്ടി എന്തെങ്കിലും ആകണം എന്നുള്ള നിലയിലുള്ള പ്രാർത്ഥന തന്നെ. ബുദ്ധിമുട്ടുള്ള ബൈബിൾ കോളേജിൽ തിങ്കൾ ചൊവ്വ തന്നെ ഭക്ഷണമുള്ളൂ, ബാക്കി ദിവസം ഭക്ഷണമില്ല. കാരണം വിശ്വാസം ഇദ്ദേഹത്തിന്റെ ഒരു ചർച്ചിലെ വരുമാനം കൊണ്ട് സ്കൂൾ നടക്കുന്നത്. പൗലോസ് പാസ്റ്റർ വല്ല മാസത്തിലോ 2 മാസം കൂടുമ്പോൾ വന്ന് എന്തെങ്കിലും സപ്പോർട്ടിച്ച് കൊടുത്താലേ ഒരു ആഴ്ചയൊക്കെ ഭക്ഷണമുള്ളൂ, ഇല്ലെങ്കിൽ പട്ടിണി തന്നെയാണ് സ്കൂളിലെ. അപ്പൊ അതൊക്കെ പഠിച്ച് ഫീസ് കൊടുക്കേണ്ടാത്തത് കൊണ്ട് ഈ കാര്യങ്ങൾ പഠിക്കുവാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള കുട്ടികൾ തന്നെയാണ് അവിടെ പഠിക്കുന്നത്. അങ്ങനെ 40 പേരുള്ള ക്ലാസ്സിൽ നിന്ന് ഒരാഴ്ചയും 2 പേര് വിശപ്പ് കൊണ്ട് പൊഴിഞ്ഞ് വീട്ടിൽ പോയപ്പോൾ തിരികെ വരത്തില്ല. അങ്ങനെ ഞങ്ങൾ പഠിച്ചു. ഞാൻ ബുക്കൊക്കെ തീരുമ്പോൾ പ്രാർത്ഥിക്കും, ദൈവമേ എൻ്റെ ബുക്കുകളെല്ലാം തീർന്നല്ലോ, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഓർക്കുമ്പോൾ ബുക്ക് വാങ്ങാൻ പോകുന്ന സ്കൂളിൽ പോകുന്ന പിള്ളേർ അവിടെ ചെന്നിട്ട് 2 ബുക്ക് കൂടുതൽ മേടിച്ചിട്ട് പറയും, സുരേഷ് കുമാർ നിനക്കൊരു ബുക്ക് വരാൻ ദൈവം എന്നോട് തോന്നിച്ചെന്ന് പറഞ്ഞിരിക്കും. അന്നേരം ഒരു ബുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഞാനിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, അത്ര വിഷമത്തിലാണ്. പക്ഷെ ആ ബുക്കൊക്കെ കിട്ടുമ്പോൾ ഞാൻ ദൈവത്തോട് നന്ദി പറയും, എന്നെ അറിയുന്ന ദൈവം ഉണ്ടല്ലോ. അങ്ങനെ ഓരോ കാര്യത്തിലും പ്രാർത്ഥിച്ചാണ് എൻ്റെ പഠനം പൂർത്തിയാക്കി. 95 മെയ് അവസാനം ഞാൻ രാമേശ്വരത്ത് അപ്പോൾ തന്നെ രാമേശ്വരം 3-4 പ്രാവശ്യം പോയി ടീമായിട്ട് നല്ല പരിചയപ്പെട്ടു. അടിയൊക്കെ കൊണ്ടെങ്കിലും പോകാൻ പിന്നെയുള്ള ഉത്സാഹം. ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ ആരെങ്കിലും പോകാൻ ഉണ്ടോ എന്ന് ചോദിച്ചു. 3-4 പേര് പോകുന്നുണ്ടെങ്കിലും അവസാനം പോകാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അതായത് ഞാനവിടെ പോയി അവിടെയുള്ള ടീമിനോട് ചേർന്നു. വളരെ നന്നായി ഒരു 6 മാസം നല്ലപോലെ ട്രെയിൻ ചെയ്തു. ടീമിന്റെ ലീഡറായി. പൗലോസ് പാസ്റ്റർ എനിക്ക് എല്ലാ നിലയിലുള്ള സപ്പോർട്ട് ആ നിലയിൽ ചെയ്തു വന്നെങ്കിൽ ഗ്രാമങ്ങളിലേക്ക് വണ്ടിയായിട്ട് പോകാൻ അന്ന് മറ്റഡോറിന്റെ ഒരു വാനാണ്. വാനിൽ ഇഷ്ടംപോലെ KP സാറിന്റെ ബുക്കുകളൊക്കെ ഇഷ്ടംപോലെ ഇട്ട് പുസ്തകങ്ങളൊക്കെ ഇട്ട് പോയി പ്രസംഗിക്കുക. അങ്ങോട്ട് 500 രൂപയും ഒരു 5 ലിറ്റർ പെട്രോളൊക്കെ ആയിട്ട് തരുന്നെങ്കിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു 10,000-3000 രൂപയും വണ്ടി നിറയെ പെട്രോളും ഒക്കെ തരുന്നതിന് ദൈവം വഴിയിലുള്ള ആളുകളെയൊക്കെ ഉപയോഗിക്കും. അങ്ങനെ പോയി വിശ്വാസത്തിന്റെ നല്ല പടികൾ പഠിച്ചിറങ്ങിയ സമയത്ത് തന്നെ ആ രാമേശ്വരത്ത് പൗലോസ് പാസ്റ്ററുടെ കൂടെ നിന്നുള്ള മിനിസ്ട്രി എന്നെ വളരെ സഹായിക്കാനായിട്ട് തോന്നുന്നു. ക്രിസ്തുവിന് വേണ്ടി അടികൊള്ളുന്നതും ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിയൊക്കെ ഏറ്റവും നല്ല കാര്യമായിട്ട് ആ ഒരു ട്രെയിനിങ് വേളയിൽ എനിക്ക് അനുഭവമായി തീരുന്നു. അന്നുള്ള സഹോദരന്മാരൊക്കെ അതിന് ഏറ്റവും നല്ല സപ്പോർട്ടാണ്. അവരൊക്കെ എത്ര അടി കൊണ്ടാലും വന്ന് കരഞ്ഞിരുന്ന് വീണ് കർത്താവ് ദൈവത്തെ അറിയണമേ, ദൈവിക മക്കളായി തീരണമേ, കർത്താവിന് വേണ്ടി അവർ വേർതിരിയണമേ എന്ന് പറഞ്ഞുള്ള പ്രാർത്ഥന. വളരെ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നതിന് അടി കിട്ടിയാൽ അന്ന് കൂടുതൽ പ്രാർത്ഥിക്കും. അടി കിട്ടുവാൻ വേണ്ടിയും പ്രാർത്ഥിക്കും. ദൈവമേ ഇന്ന് എനിക്കിട്ട് അടി കിട്ടണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാനും അതൊക്കെ വന്നിട്ട് പ്രാർത്ഥിക്കും, കർത്താവ് അവർക്കിട്ട് ആർക്കും അടിക്കാതെ എനിക്കിട്ട് അടി കിട്ടണേ എന്നൊക്കെ പ്രാർത്ഥിച്ച് അന്ന് അടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പോയി അടി മേടിച്ച സന്ദർഭങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ ദൈവം ട്രെയിൻ ചെയ്യുകയായിരുന്നു. ആ ട്രെയിനിങ്ങില് അടി കിട്ടിയതൊക്കെ ലാഭമായി തോന്നുന്നു. കാരണം ഇല്ലായ്മയുടെ നടുവിലെ, ശൂന്യതയുടെ നടുവിലെ
ഒന്നുമില്ലെങ്കിലും ധൈര്യത്തോടെ കർത്താവിന് വേണ്ടി കാല് വയ്ക്കാനുള്ള വിശ്വാസം ദൈവകൃപ കർത്താവ് വളരെ അനുഗ്രഹമായി ഓരോ ദിവസങ്ങളും ഓരോ നാളുകളും നൽകി തന്നുകൊണ്ടിരുന്നു. ഭാര്യയും കുഞ്ഞും എപ്പോഴും വിളിക്കുമ്പോൾ കത്തയക്കി ചോദിക്കുക, എന്നാണ് ഞങ്ങളെ വന്ന് കൊണ്ടുപോകുന്നത്, ഇവിടെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. പറഞ്ഞ് ഞാൻ ഉടനെ വരികയാണെന്ന് പറയും. അങ്ങനെ പറഞ്ഞ് പഠനം പൂർത്തിയായിട്ട് വീട്ടിൽ വന്നപ്പോൾ വീട്ടുകാരും ആളുകളെല്ലാം ചോദിക്കും, എപ്പോഴാണ് ഇവിടുന്ന് പോകുന്നത്, ഇങ്ങനെ ബൈബിൾ കോളേജ് നടക്കുന്നത് തൊഴിലില്ലാത്തവരാണെന്നൊക്കെ പറഞ്ഞ് ആ നിലയിലുള്ള ആക്ഷേപം, പണിയെടുക്കാൻ കഴിയാത്തവരാണ് ബൈബിളും കൊണ്ട് നടക്കുന്നതൊക്കെ പറഞ്ഞ് നാട്ടുകാരും വീട്ടുകാരും. എൻ്റെ അച്ഛനാണെങ്കിൽ എന്നെ കാണുന്നിടത്തെല്ലാം ഉപദ്രവിക്കും. അച്ഛനാണെങ്കിൽ വാക്കത്തിയും കുടുവാളും കേട്ട് മദ്യപിക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയുന്നത്. കാരണം ആരെ കാണുന്നെങ്കിൽ അച്ഛനെ കാണുന്ന ഒഴിവായി നടക്കേണ്ട സാഹചര്യം. അനിമാരാണെങ്കിലും വീട് നാണക്കേട് വരുത്തി എന്നുള്ള നിലയിലുള്ള ആക്ഷേപം. കാണുന്നവരെല്ലാം ആ നിലയിൽ മത്തായി ഉദ്ദേശി എന്നാണ് എൻ്റെ പേര്, മത്തായി എന്നല്ലെങ്കിൽ എന്നെ മത്തായി ഉദ്ദേശി എന്നാണ് വിളിക്കുന്നത്. മത്തായി വരുന്നുണ്ടെന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നു. ഏതായാലും ഞാൻ വന്ന് 2 ആഴ്ചക്കുള്ളിൽ തന്നെ രാജകുമാരി എന്ന സ്ഥലത്തേക്ക് ഒരു ചെറിയ സഭയുടെ ചാർജിലേക്ക് ഞാൻ വിശ്വാസത്തിൽ എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും കൂട്ടി 2-3 തുണിയൊക്കെ ആയിട്ട്, വേറെ ഒന്നും എടുക്കാനില്ല. കാരണം ഞാൻ പോയ 1 മാസത്തിനുള്ളിൽ എൻ്റെ ഭാര്യയെ കുഞ്ഞിനെ അവിടെ മാറ്റിപ്പോൾ എൻ്റെ അച്ഛൻ വന്ന് വീടെല്ലാം കത്തിച്ച്, ഇനി അവനിവിടെ താമസിക്കാൻ പറഞ്ഞ് ഞാൻ താമസിച്ചത് വീടും ആ വീട്ടിലെ സാധനങ്ങളെല്ലാം കത്തിച്ച് ഇല്ലാതാക്കി കളഞ്ഞു. കാരണം ഇനി വന്നാൽ ഇവിടെ കയറരുത്. അങ്ങനെ ആ ഉപദ്രവം നേരിട്ടതുകൊണ്ട് വീട്ടിലേക്ക് പോകാനുള്ളതില്ല, പിന്നെ വീട്ടിൽ പോകാനും കഴിയത്തില്ല. അപ്പോൾ യേശുവിനെ അറിഞ്ഞുകൊണ്ട് യേശുവിന് വേണ്ടി ജീവിക്കണം, യേശുവിന് വേണ്ടി മരിക്കണം, കർത്താവ് വന്നാൽ സ്വർഗത്തിൽ പോകാനുള്ള ആ ഒരു ചിന്ത ഉള്ളിക്കായതുകൊണ്ട് കർത്താവിൽ എപ്പോഴും പാട്ടും പാടി തമിഴൊക്കെ പഠിച്ചുകൊണ്ട് തമിഴ് പ്രസംഗിക്കുവാനും ട്രാൻസ്ലേഷൻ ചെയ്യാനും വിവിധ നിലകളിൽ കർത്താവ് ആ സാഹചര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ തന്നെ ഒന്നുമില്ലല്ലോ, ഒന്നുമില്ലായ്മ എന്നുള്ള വേദനയൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം കർത്താവ് നോക്കിക്കോളും എന്നുള്ള ചിന്ത. അപ്പോൾ തന്നെ രാമേശ്വരത്തുള്ള ഓരോരുത്തരും ജീവിത സാക്ഷ്യം കേൾക്കുമ്പോൾ, നമ്മളിവിടെ പട്ടിണിയൊക്കെ വായിക്കോളെ കിടന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ ഒരു വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ച് വിസിറ്റിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ അടുത്ത വീട്ടിൽ ചെല്ലുമ്പോൾ അതിനേക്കാളും വലിയ ഭയങ്കരമായ ഭക്ഷണമാണ് ഉണ്ടാക്കി വെച്ചത്. അത് അവിടെ നിന്ന് കഴിക്കണം, അവിടെ നിന്ന് കഴിച്ചിട്ട് അടുത്ത് പിടിച്ചാൽ അവിടെ. അപ്പം ഈ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോകുമ്പോൾ തമിഴ് വിശ്വാസത്തിൽ വന്ന ദൈവമക്കളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കഴിച്ചില്ല, എൻ്റെ വീട്ടിലുള്ള മുഴുവൻ കഴിച്ചിട്ട് പോകുന്നുള്ള ചിന്തയോടെ ഭക്ഷണം ഒരുക്കി തരുമായിരുന്നു. അപ്പോൾ ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളൊക്കെ അവരാണ് കാണിച്ചു തന്നത്. കാരണം കർത്താവിനെ അറിഞ്ഞാൽ കർത്താവിന് വേണ്ടി ചങ്കും കണ്ണും ഹൃദയവും ഒക്കെ പറിച്ചു കൊടുക്കാൻ തയ്യാറുള്ള ദൈവമക്കളായിരുന്നു അവിടെ കുറച്ചു പേരുള്ളത്. അങ്ങനെ ദൈവത്തിന്റെ ആഴമായ ദൈവപ്രവർത്തി നടക്കാണ്. ഗ്രാമങ്ങളിലൊക്കെ പോയി അടി കൊണ്ടിടത്തൊക്കെ പിൽക്കാലത്ത് സഭകൾ ഉരുവാകുവാനായിട്ട് ചെറിയ വീട്ടുകാർ, 4 വീട്ടുകാർ, 5 വീട്ടുകാരൊക്കെ വിശ്വാസത്തിലേക്ക് വരുവാനായിട്ട് ദൈവം സഹായിച്ചു. 1-2 അത്ഭുതങ്ങൾ പറയാനുള്ളത് കാര്യം, ഞങ്ങൾ ഒരിടത്ത് പരസ്യം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ആളുകളൊക്കെ അങ്ങനെ അടിക്കാൻ പോയി. അപ്പൊ ഞങ്ങൾ അന്യഭാഷ പറഞ്ഞ് അന്യഭാഷകളോട് ദൈവത്തെ മുഖത്തപ്പെടുത്തി അടുത്ത് വന്ന ഒരാൾക്ക് ഭൂതം ഇളകി. ആ ഭൂതം ഇളകിയപ്പോൾ ആ ഭൂതം ഇങ്ങനെ കറങ്ങി വന്ന് ഞങ്ങളുടെ കാൽക്കൽ വീണു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചോദിച്ചു, ഇവരിങ്ങനെ അടിക്കാൻ നിൽക്കുകയാണ്. അപ്പൊ ഈ ഭൂതം ഇങ്ങനെ അലയിക്കൊണ്ട് നിൽക്കുകയാണ്. അയ്യോ ഇങ്ങനെ ഭയങ്കര വെച്ചുകൊണ്ടെങ്കിൽ ഞാൻ ചോദിച്ചു, ഉണ്മേന കടവുൾ ആരാ? അപ്പൊ ഉണ്മേന കടവുൾ ആരെന്ന് കേൾക്കുമ്പോൾ ഇന്ന് ഭൂതം ഇളകിയ ആള് പറയുന്നു, ഉണ്മേന കടവുൾ നീങ്കൾ സേവിക്കുന്ന ഉണ്മേന യേശുതാ ഉണ്മേന കടവുൾ. അപ്പൊ നീ ആരെന്ന് കേൾക്കുമ്പോ എന്താ ആ പൊയ്യാനാവിയാല് ദുരാത്മാവ് പറയുകയാണ്, ഞാൻ ദുരാത്മാവാണല്, ഉണ്മயான കടവുളല്ല, ഉങ്ങൾ സേവിക്കുന്ന യേശു മറ്റുന്ന ഉണ്മயான കടവുൾ എന്ന് ചെന്നു. അങ്ങനെ ചെന്നപ്പോൾ ആളുകളെല്ലാം കൂടി. കാരണം അവര് സേവിക്കുന്ന ദൈവം തന്നെയാണ് അവരുടെ ഉള്ളിൽ ഈ ദൈവമായിട്ടിരുന്നിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കാൻ കഴിയാതെ പ്രത്യക്ഷപ്പെട്ടത്. ഞങ്ങളെ പ്രസംഗം കഴിഞ്ഞിട്ട് യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നിൽക്കുക, അതിന്റെ പേരെല്ലാം പറഞ്ഞിട്ട് യേശുവിന്റെ നാമത്തിൽ പോകാവോ, നിനക്കിവിടെ നിൽക്കാൻ അധികാരം, ഇത് ദൈവത്തിന്റെ ഭൂമിയാന്നൊക്കെ പറഞ്ഞ് ശാസിക്കുമ്പോൾ അത് ആളെ തള്ളിയിട്ടിട്ട് താഴേക്ക് വീണിട്ട് ഇതങ്ങ് പോകുമ്പോൾ ഇയാൾ എഴുന്നേറ്റ് വന്നിട്ട് എൻ്റെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞ് നിങ്ങളുടെ യേശു എന്നെ രക്ഷിച്ചെന്ന് പറഞ്ഞ് അദ്ദേഹം കഴിയുമ്പോൾ ആ ഗ്രാമത്തിലുള്ള ആളുകളെ കൈയടിച്ച് ഞങ്ങളെ ഉടനെ സ്വീകരിച്ച് ഞങ്ങൾ വലിയ ആളുകളാണെന്ന് പറഞ്ഞ് അപ്പം ഞങ്ങളല്ല, ഞങ്ങളിലുള്ള യേശു ആണ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ അങ്ങനെ 3-4 ഇടങ്ങളിൽ ദൈവം ഞങ്ങളുടെ ആ പരസ്യ മീറ്റിങ്ങിൽ ഇങ്ങനെ പോകുമ്പോൾ ദൈവം അത്ഭുതങ്ങളെ രാമേശ്വരത്തിന്റെ ഉൾപ്രദേശങ്ങളുടെ തമിഴ്നാടിന്റെ പല സ്ഥലങ്ങളിലും ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചു. അതൊക്കെ ശുശ്രൂഷയ്ക്കും വിശ്വാസത്തിനും വളരെയധികം ബലമായി തീർന്നു. കാരണം നമ്മൾ പറഞ്ഞാൽ വാക്കിൽ പറയുമ്പോൾ അതിലൂടെ മോശയുടെ വാക്കിൽ ഇടപെട്ടിട്ട് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു എന്ന് കണ്ട് ശുശ്രൂഷയിലും വിശ്വാസത്തിലും ധൈര്യപ്പെടുവാനും ഉറയ്ക്കുവാനും അത് കാരണമായി. ഒരു തിരുനെൽവേലിയിൽ ഒരു സഭയില് പൗലോസ് പാസ്റ്റർ ഒരു സഭയിലെ ശുശ്രൂഷയ്ക്ക് ഇതുപോലെ ടീമായിട്ട് പോയി ഒരു ദിവസം അവിടെ എത്തിച്ചേർന്നു. അപ്പൊ ഞായറാഴ്ച എല്ലാവരും ഉണ്ടെങ്കിൽ വന്ന് പറഞ്ഞു, സുരേഷാണ് അവിടെ മെസ്സേജ് കൊടുക്കേണ്ടത്. അന്ന് ഞാൻ അവിടെ മെസ്സേജിന് വേണ്ടി എനിക്കാണെന്ന് പോയി 1 മണിക്കൂറോളം ശക്തമായിട്ട് പ്രാർത്ഥിച്ച് റെഡിയായി ഒരുങ്ങി ആരാധനയ്ക്ക് കയറി. ആരാധനയുടെ നല്ല പാട്ടെല്ലാം പാടി ആരാധിച്ച് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് പ്രസംഗത്തിനുള്ള സമയം നിന്നപ്പോൾ ഞാൻ വെളിപ്പാട് 1-ാം അധ്യായം 18 ഞാൻ മരിച്ചവനായിരുന്നു,
ഇപ്പൊ ഞാൻ പാതാളത്തെയും മരണത്തിന്റെയും പാതാളത്തിന് താക്കോൽ എൻ്റെ കൈവശം ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ശക്തമായിട്ട് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അവിടുത്തെ പാസ്റ്ററുടെ ഭാര്യ ഭൂതവല്ലറി ഇളകുവാനിടയിൽ തുടങ്ങി. അപ്പോൾ അത് ഇങ്ങനെ യേശുവിനാഥ് അവിടെ നിൽക്കാൻ പറഞ്ഞപ്പോൾ കൂടെ എല്ലാവരും ഉണ്ട്. അവരെല്ലാം കൂടെ ശാസിച്ച് അതിനെ ശാന്തമാക്കിയിട്ട് പ്രസംഗം എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ അതിനെക്കുറിച്ച് വിശദീകരിച്ച് ചോദിച്ചപ്പോൾ ഈ ദിവദാസ് ഒരു വർഷമായിട്ട് ഈ ദിവദാസനുമായിട്ട് ഇങ്ങനെ ജീവിതത്തിൽ പോകുന്നെങ്കിൽ സമാധാനമില്ലാതെ ശാന്തമില്ലാതെ വഴക്കി പോവുകയാണ്. കാരണം അദ്ദേഹം വന്ന ഗ്രാമത്തിൽ നിന്നുണ്ടായ ഒരു പോരാട്ടം ഇദ്ദേഹത്തെ ബാധിച്ചിട്ട് ഇദ്ദേഹം കൂടെ ആത്മഹത്യ ചെയ്യുവാനും ദിവദാസിനെ ഇട്ടുപോലൊക്കെ ഇങ്ങനെ ശ്രമിച്ചിട്ടുണ്ട്. ദൈവം അവരെ വിടുന്നില്ല. അങ്ങനെ വിടാതിപ്പോൾ ഞങ്ങളന്ന് ചെന്ന് ഈ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശമാണെന്ന് വാക്യം കേട്ടപ്പോൾ ആ ഉള്ളിൽ പിശാച് കൊടുത്തു. അപ്പോൾ ആ പാസ്റ്റർ സഭ പറഞ്ഞത് ഇദ്ദേഹം ഈ കാര്യത്തിന് വേണ്ടി വളരെ ഭാരപ്പെടുകയായിരുന്നു, വളരെ നാളുകളായി ഇത് ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് വെളിപ്പെട്ടു. ഞങ്ങൾ അന്ന് എല്ലാവരും കൂടെ ചേർന്ന് പ്രാർത്ഥിച്ച് ആ ഭൂതം വിട്ടുപോയി ആ ദേവദാസി സ്വതന്ത്രമായി. ആ ദേവദാസൻ പറയുകയാണ്, ഇത് ഞങ്ങൾ ഒത്തിരി നാളുകളായിട്ട് പ്രാർത്ഥിച്ച് നടക്കാത്തൊരു വിഷയമാണ്. അങ്ങനെ ചില അത്ഭുതമായ ശുശ്രൂഷകളൊക്കെ വചനം പ്രസംഗിക്കുമ്പോൾ തന്നെ ദൈവം ആ കാലഘട്ടം വെളിപ്പെടുത്തി ജീവനുള്ള ദൈവത്തിന്റെ ആ പ്രവൃത്തികളെ കർത്താവ് ഉറപ്പിച്ച് തരുവാനിടയെ തീർന്നു. അങ്ങനെ കണ്ടിട്ട് പോകുന്നത് കൊണ്ട് പിന്നെ എന്ത് കാര്യവും വിശ്വാസ ധൈര്യത്തോടെ ചെയ്യാനുള്ള തയ്യാറ് മനസ്സിലുണ്ടായിരുന്നു. ആര് വീഴ്ചയാലും കർത്താവ് വഴികൾ തുറക്കും. ഇല്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും ധൈര്യമായിട്ട് പോകുവാൻ കർത്താവ് കൂടെയുണ്ട്, കർത്താവ് കരുതിക്കൊള്ളും എന്നുള്ള വചനമൊക്കെ ഇങ്ങനെ ഓരോ ദിവസവും പഠിച്ച് ഉറയ്ക്കുവാനിടയെ തീർന്നു. അപ്പോൾ തന്നെ വേദപുസ്തക വായനയിൽ ഓരോ വാക്യങ്ങൾ വായിക്കുമ്പോഴും ആ വാക്യത്തെ കൈവച്ചിട്ട് പ്രാർത്ഥിക്കും, കർത്താവ് ഈ വാക്യ പ്രകാരം എന്നെ സഹായിക്കണം, ഇത് അങ്ങയുടെ വചനമാണ്, ഇതിലൂടെ അങ്ങേക്ക് പ്രവർത്തിപ്പാൻ കഴിയും. അന്ന് ബൈബിൾ കോളേജ് പഠിപ്പിച്ച സാർമാരൊക്കെ പറയും, ഇങ്ങനെ നിങ്ങളെ കൊണ്ടൊക്കെയാണ് വലിയ കാര്യങ്ങൾ ചെയ്യുവാനുള്ളത്. അവരും ബൈബിൾ കോളേജ് പഠിപ്പിക്കുന്നെങ്കിലും പോകാൻ നേരത്ത് ക്ലാസ് കഴിഞ്ഞ് 2-3 ആഴ്ച കഴിയുമ്പോൾ ഒരു 50 രൂപയൊക്കെ കൈ വെച്ച് തരും. അപ്പോൾ ഓർക്ക് ഇത് എന്താ, അന്ന് പറയും ഇരുന്നോട്ടെ, സാഹചര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു പറയും. അപ്പം നമ്മുടെ സാഹചര്യങ്ങൾക്ക് ഒത്തവണ്ണം അതേ നിലയിൽ അറിഞ്ഞുകൊണ്ട് ദൈവം ആരോടും പറയാതെ, സാഹചര്യങ്ങളൊന്നും പറയാതെ ചില കരങ്ങളൊക്കെ നീണ്ട് ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ ഇല്ലായ്മയുടെ അറിവിശ്വരി നിലവിൽ ആരും സഹായിക്കാമല്ലോ ദൈവം ചെയ്തു തരുമായിരുന്നു. ബൈബിളെ പഠിക്കുമ്പോൾ എല്ലാവർക്കും 80, 100, 200, 300 ഒക്കെ വരുമ്പോൾ എനിക്ക് പഠിച്ചിറങ്ങുന്നവൻ വരെ ആരും ഒരു എമ്മോ അയക്കുവാനായിട്ട് 10 രൂപ പോലും അയച്ചു തരാതെ വളരെ ത്യാഗപരമായിട്ടാണ് ബൈബിൾ പഠിച്ചിറങ്ങിയത്. പക്ഷെ പഠിച്ചിറങ്ങിയെങ്കിലും അതിനെല്ലാം ആവശ്യങ്ങളൊക്കെ ഒന്നുപോലും ബുദ്ധിമുട്ട് തീരാ. ഇന്ന് തീർന്നെങ്കിൽ തീർന്ന അടുത്ത നിമിഷം ദൈവം ആരെങ്കിലും അതിനു വേണ്ടി ആ അന്യ സംസ്ഥാനത്ത് ഉപയോഗിക്കുമായിരുന്നു, ആളെ കൊണ്ടുവരുന്നത്. അതെനിക്ക് വലിയ ഉറപ്പായി മാറി. കാരണം ബന്ധമില്ല, സ്വന്തമില്ല, പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിന്റെ ബന്ധത്താൽ ഓരോ കാര്യങ്ങൾ നിർവഹിക്കുന്ന ഓർക്കുമ്പോൾ വളരെ അത്ഭുതമായിട്ട് ദൈവത്തിന്റെ കൃപയെ ശരണപ്പെടുവാനായിട്ട് ദൈവം ഭാഗ്യം നൽകി. അങ്ങനെ കർത്താവിന്റെ പേര് രാജകുമാരി എന്ന സ്ഥലത്തേക്ക് വന്നു. ഭാര്യയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് അവിടെ പോയി ദൈവവേല ആരംഭിച്ചു. ചില പുതിയ കുടുംബങ്ങളെ കൊണ്ടുവരുവാനും വിശ്വാസത്തിൽ ആ പ്രദേശമെല്ലാം നടന്നിങ്ങനെ സുവിശേഷ പ്രവർത്തനം ചെയ്യുവാൻ എനിക്ക് അന്ന് ലഭിച്ച തീഷ്ണത എന്ന് പറയുന്നത് രാമേശ്വരം കിട്ടിയതുകൊണ്ട് രാവിലെ 8 മണിയാകുമ്പോൾ ആരുണ്ടെങ്കിലും ഇല്ല ഇറങ്ങിയിരിക്കും. അപ്പൊ അങ്ങനെ പോയി വീടുകളെല്ലാം കയറി പരിചയപ്പെട്ട് പുതിയ കുടുംബങ്ങൾ സഭ ഉണരുവാൻ, ആത്മാക്കൾ വരുവാൻ, ആ പ്രദേശങ്ങളൊക്കെ ആത്മാക്കളെ രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുത്തുവാൻ, ചിലരെയൊക്കെ ബൈബിൾ കോളേജ് അയക്കുവാനും യേശുവിന് വേണ്ടി ധൈര്യമായി നിർത്തുവാനും സഭ ഉണരുവാൻ തയ്യാറായി. അപ്പോൾ ഞാൻ എവിടെ പോയാലും എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ തലേദിവസം പ്രാർത്ഥിപ്പിച്ച ദിവസം പോകുമ്പോൾ ദൈവം ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചത്. സഭയുടെ കാര്യങ്ങളൊക്കെ തിങ്കൾ ചൊവ്വ ബുധനങ്ങളൊക്കെ തീരുമെങ്കിലും ബാക്കിയുള്ള ദിവസങ്ങളിൽ അവിശ്വാസിയുടെ ആളുകൾ സാധനങ്ങളൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വരും. സഭയിൽ പാസ്റ്ററെ ഞങ്ങൾ ചേമ്പ് കുറച്ചു ഒരു നേരത്തേക്ക് ഉണ്ട്, കപ്പ കുറച്ചു ഉണ്ട്, നെല്ല് കുത്തി 2 കിലോ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കൂട്ടില്ല. അത് അവിശ്വാസികളാണ്. എന്നിങ്ങനെ പറഞ്ഞ് അന്ന് ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അങ്ങനെ ആ ചുറ്റുവട്ട സഭയുടെ അടുത്തുള്ള ആളുകൾ എല്ലാ വീട്ടിലും ആരോടും പ്രത്യേകിച്ച് ഒരു മാമതിയില്ല, എല്ലാവരോടും കാണും, എന്തുകൊണ്ട് സന്തോഷമായിരിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ വന്നത്. അങ്ങനെ എല്ലാവരുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി ചെന്ന ഒരു വർഷം കൊണ്ട് ആ പ്രദേശത്തെ മുഴുവൻ അറിയപ്പെടുന്നത് ആ നിലയിലേക്ക് എന്നെ ഒരു കുടുംബത്തെ ദൈവം മാറ്റി. അപ്പോൾ തന്നെ ഏത് വിഷയം കേട്ടാലും ഓടിച്ചെല്ലും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവരെയൊക്കെ ദൈവം അത്ഭുതമായി സഹായിക്കും. അങ്ങനെ പുതിയ കുടുംബങ്ങൾ വരുവാൻ, മറ്റേ ക്രൈസ്തവ മാർഗത്തിൽ നിന്നൊക്കെ വിശ്വാസത്തിലേക്ക് വരുവാൻ ചിലരെയൊക്കെ ദൈവം ഭാഗ്യമൊരുക്കി. രാജകുമാരി ഇരിക്കുമ്പോൾ എനിക്ക് അവിടെ പറയാനുള്ള ഒരു മുസ്ലിം കുടുംബത്തെ അവിടെ വിശ്വാസത്തിൽ കൊണ്ടുവേണ്ടി തരും. അവര് മുസ്ലിം ഫാമിലി ആയിട്ട് കോതമംഗലത്തുനിന്ന് വിവാഹം കഴിഞ്ഞ് ഒളിച്ചു വന്ന് താമസിക്കുക. പക്ഷെ അവർക്ക് ആരുമില്ല, ഒറ്റപ്പെട്ട് കിടക്കുമ്പോൾ ഞങ്ങൾ യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ അവരെയും വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് സഭയിൽ കൊണ്ടുവന്ന് സ്നാനപ്പെടുത്തി ദേശയുടെ അംഗങ്ങളാക്കി അങ്ങനെയൊക്കെ മാറ്റമുള്ള ഭാഗ്യം നൽകി. അങ്ങനെ പലരും വിശ്വാസത്തിലേക്ക് വരുവാൻ സുവിശേഷത്തിന്റെ ശക്തി എത്രത്തോളം വലുതാണ്, ജാതികളെയും ഭാഷകളും ഗോത്രങ്ങളും ദൈവം എത്രത്തോളം അത്ഭുതമായി ചെയ്യുന്നു എന്ന് ദൈവം അത്ഭുതമായ ആ 1-ാം സഭാ ചാർജിൽ തന്നെ ദൈവം വെളിപ്പെടുന്നു. അതിനുശേഷം മാറി കൊന്നത്തിൽ എന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെയും ഒരു ഹൈന്ദവർ 80% തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. അവിടെ ആരെയും ഒരു പെന്തക്കോസ് സഭകളില്ല, CSI, 2 കത്തോലിക്ക സഭകള്, ബാക്കി മുഴുവൻ ഹൈന്ദവർ. പെന്തക്കോസ് സഭകൾ അവർ കേട്ടിട്ട് പോലും. പക്ഷെ ഞാൻ അവിടെ പോയി ഒരു വീട് വാടകയ്ക്ക് എടുത്തു.
ചർച്ചുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാതെ പോയി. ഞാനും ഭാര്യയും മൂത്ത കുഞ്ഞുമായിട്ട് അവിടെ പോയി. അവിടെ ചെല്ലുമ്പോൾ എൻ്റെ രണ്ടാമത്തെ പെൺകുഞ്ഞ് ഞങ്ങൾക്ക് ജനിച്ചൊരു 70-75 ദിവസം കഴിഞ്ഞപ്പോഴാണ് അവിടേക്ക് പോയത്. അവിടെ ചെന്ന് ഇങ്ങനെ പ്രവർത്തനം ആരംഭിച്ചു. ആദ്യം ഒരു 6 മാസത്തോളം ഞാനിങ്ങനെ തനിയെ പോകും. ചില ദിവസങ്ങളൊക്കെ എന്നെ അറിയാവുന്നവരൊക്കെ വരും, പ്രവർത്തിക്കാനൊക്കെ വരും. ഒരാഴ്ച 2 ആഴ്ചയൊക്കെ നിന്നിട്ട് പ്രവർത്തിച്ചിട്ട് പോകും. ഞാൻ എല്ലാ ദിവസവും പോകും. അങ്ങനെ പോയി 6 മാസം കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഒരു പൊന്മുടി RC പള്ളിയിൽ നിന്ന് ഒരു കൈക്കാരൻ കരസ്മാറ്റിക്കായി നിന്നിട്ട് അദ്ദേഹം യേശുവിനെ കുറിച്ച് അറിയണമെന്നുള്ള രഹസ്യമായിട്ട് വന്ന് കേട്ടു. അദ്ദേഹത്തിന്റെ ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഒരു 8 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിശ്വാസം വന്നു. അങ്ങനെ തന്നെ മുക്കടം പള്ളിയിൽ നിന്നും അവിടുത്തെ ഒരു കൈക്കാരൻ ഇതറിഞ്ഞിട്ട് ഞങ്ങളെ കണ്ട് കേട്ട് 2-3 പ്രാവശ്യം ഞങ്ങളോട് സംസാരിച്ച് അദ്ദേഹവും അങ്ങനെ 2 പേര് 2 പള്ളിയിൽ നിന്ന് 2 കൈക്കാരന്മാരെ ആ കൊന്നത്തടിയിലെ ശുശ്രൂഷയെ വിശ്വാസത്തിലേക്ക് വന്നു. ആ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ അത് വളരെ സന്തോഷമായി. ഇവർക്ക് സുവിശേഷം കേൾക്കണമെന്നുള്ള നിലയിൽ അങ്ങനെ വന്നു. അവിടുന്ന് ഒത്തിരി എതിർപ്പുണ്ടായെങ്കിലും പിൽക്കാലത്ത് ആ വീടുകളെ പൂർണ്ണമായിട്ട് മുഴുവൻ പേരെ സ്നാനപ്പെടുത്തി ആ പ്രദേശത്ത് കർത്താൻ വേലയിൽ 10ഓളം കുടുംബങ്ങളെ കൊണ്ടുവരുവാൻ ഇന്ന് അവിടുന്ന് ചിലരൊക്കെ വന്നതിൽ കർത്താൻ വേലക്കായി IPCയുടെ ശുശ്രൂഷകന്മാരായി കർത്താൻ വേലയ്ക്ക് വേണ്ടി ശോഭിക്കുന്ന നിലയിലേക്ക് ദൈവം ആ പ്രദേശങ്ങളിൽ വേല നിമിത്തം സഹായിച്ചു. അങ്ങനെ കൊന്നത്തടിയിൽ നിന്ന് വീണ്ടും കട്ടപ്പനയിലേക്ക് വന്നു. കട്ടപ്പനയിൽ വന്ന് ഞാൻ അപ്പോൾ എന്നോട് ദൈവം പറഞ്ഞൊരു ആലോചനയാണ്, നിന്നെ ഞാൻ പട്ടണത്തിൽ മാനിക്കുമെന്നൊക്കെ. ചെറുപ്പ വിശ്വാസത്തിൽ ഇറങ്ങിയ സമയത്ത് ആലോചനയാണ്. അപ്പോൾ ഞാനെന്നോർക്കും ചെറിയ ഗ്രാമത്തിലൊക്കെ പോയി താമസിക്കും, എവിടെ നിന്ന് നമ്മളെ എങ്ങനെ അറിയാൻ, ഏത് പട്ടണത്തിൽ അറിയാനാന്നൊക്കെ ഇങ്ങനെ ഇപ്പോഴും ചിന്തിക്കുമോ, അതൊക്കെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ കട്ടപ്പനയിൽ വന്നു. പ്രവർത്തനം ആരംഭിച്ചു. വള്ളക്കടവ് എന്ന സ്ഥലത്ത്, കട്ടപ്പനയ്ക്ക് തൊട്ടടുത്ത്. അവിടേക്ക് നടന്നാണ് പോകുന്നത്, പൈസയൊന്നുമില്ല. ചെറിയ വൈഫിൻ്റെ വീടിൻ്റെ അവിടെ ഒരു ചെറിയ വീട് വയ്ക്കാനുള്ള അനുവാദം കിട്ടി. ആ വീട്ടിൽ താമസിച്ചുകൊണ്ട് ഇങ്ങനെ പോകും, പണിക്കൊക്കെ പോകും. അങ്ങനെ പോയി ഇങ്ങനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോയി. അതിൽ അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കട്ടപ്പന ടൗണിലെ 2005 കാലഘട്ടങ്ങളിൽ പത്ര ഏജൻസി തുടങ്ങാൻ ചെറിയ അവസരമുണ്ടായി. അങ്ങനെ പത്ര ഏജൻസി തുടങ്ങിയ ഒരു ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി എന്നാണ് പറയാൻ. അവിടുത്തെ പത്രങ്ങൾ ഇന്ത്യൻ എക്സ്പ്രസും ഹിന്ദുവും മനോരമയും 2000ഓളം പത്രത്തിന്റെ ഏജൻസിയിലേക്ക് എന്നെ ദൈവം കൊണ്ടുപോകും. അത് അവിടെയുള്ള ഓഫീസേഴ്സുമായിട്ട്, പോലീസ്, അഡ്വക്കേറ്റ്സ്, ബാങ്ക്, അങ്ങനെയുള്ള എല്ലാ ഉന്നതരായ ആളുകളുമായിട്ട് ബന്ധപ്പെടുന്ന മുഖാന്തരമായി മാറി. പത്രത്തിന്റെ ആയതുകൊണ്ട് പൈസയും ഉണ്ട്. അങ്ങനെ ദൈവം സഹായിച്ചു. പോലീസ് സ്റ്റേഷൻ SI മാറിയ, DSP മാറിയാലൊക്കെ അന്നേരം അറിയ ആൾ മാറുന്നുണ്ട്, പുതിയ ആൾ വരുന്നു. അപ്പോൾ ആൾ വരുന്നതിനെ പോയി കാണും. സാറേ, ഇംഗ്ലീഷ് പത്രം ഹിന്ദു ആണോ ഇന്ത്യൻ എക്സ്പ്രസ് വേണ്ടതെന്നൊക്കെ ചോദിച്ച് അവരോട് പരിചയപ്പെടും. അപ്പോൾ അവരോട് പരിചയപ്പെടുമ്പോൾ എനിക്ക് സുവിശേഷം പറയാനുള്ള അവസരമുണ്ട്. മാസത്തിൽ പൈസയൊക്കെ വാങ്ങാൻ ചെല്ലുമ്പോൾ എന്നെ പേഴ്സണലായിട്ട് കേൾക്കും. അങ്ങനെ വലിയ വലിയ ആളുകളോട് ഒക്കെ സുവിശേഷം പറയാനുള്ള അവസരം പലപ്പോഴും ബാങ്ക് മാനേജർമാരൊക്കെ മാറുമ്പോൾ അവർ വീട്ടിലൊരു പത്രം, ബാങ്കിലൊരു പത്രം, ബാങ്കിൽ ചിലപ്പം 3-4 പത്രം. സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളൊക്കെ ആ സമയത്ത് നല്ലൊരു റൺ ചെയ്യുന്ന സമയം ആയതുകൊണ്ട് 200 പത്രം 300 പത്രം സ്കൂളിലേക്ക് കൊടുക്കണം. അങ്ങനെ സ്കൂളിൻ്റെ തന്നെ 1200ഓളം കോപ്പിയുണ്ട്. അത് ആ സ്കൂളുകളായിട്ടുള്ള നല്ല പരിചയത്തിലേക്ക് പോകുന്നു. അങ്ങനെ ദൈവം കട്ടപ്പന ടൗണിൽ പത്രത്തിലേക്ക് വരും, പത്രത്തിന്റെ അസോസിയേഷന്റെ സെക്രട്ടറി ആയിട്ടൊക്കെ വന്നു. അങ്ങനെ ഇടുക്കി ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന നിലയിലേക്ക് ദൈവം എന്നെ കൊണ്ടുവരാനിടയെത്തു. അങ്ങനെ വന്നപ്പോൾ ഈ മൈക്ക് സാങ്ഷനൊക്കെ സുവിശേഷ പ്രവർത്തനമൊക്കെ വരുമ്പോൾ അന്നൊക്കെ 15 ദിവസം കൊടുത്താൽ കിട്ടാൻ വളരെ പാടാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഞാൻ അവിടെയുണ്ട്, ടൗണിൽ എന്നെ കണ്ടാൽ മതി എന്നുള്ള നിലയ്ക്ക് ടൗണിലെ പലരും എന്നോട് ആവശ്യപ്പെടുമ്പോൾ ഞാൻ സാറേ നമ്മുടെ ഒരു പ്രോഗ്രാമാണ് സാർ, പാസ്റ്ററെ ആണോ എന്ന് ചോദിച്ചു. ഉടനെ അവരതിന് വേണ്ട ക്രമീകരണമൊക്കെ ചെയ്ത് നന്നായിട്ട് അത് മനസ്സിലാക്കിയിട്ട് പാസ്റ്റർ കുഴപ്പമില്ല പറഞ്ഞ് അവിടെ എഴുതിരും. അങ്ങനെ പലരെയും ഞാൻ ആ നിലയിൽ സാർമാരെ കണ്ട്, സാറേ നമ്മുടെ ഒരു പ്രോഗ്രാമാണ്, കുഴപ്പമൊന്നും വരത്തില്ല, ഞാനല്ല സാറേ, ഗ്യാരണ്ടി ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഉടനെ സുരേഷ് കുമാറാണോ, ശരി കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ സുവിശേഷ പ്രവർത്തനം ഞാൻ നിമിത്തം കട്ടപ്പന ടൗണിൽ അനേകർക്ക് ഒരു സഹായമായി മാറി. അത് ഇന്നും തുടരുകയാണ്. കട്ടപ്പന പത്ര അസോസിയേഷൻ സെക്രട്ടറി ഇപ്പോഴും തുടരുന്നത്. അത് ഞാൻ മാറി നോക്കിയിട്ട് അതിന് മാറ്റത്തില്ല. പാസ് വന്നേപ്പനെയാണ് ഇത് നന്നായിട്ട് പോകുന്നത് പറഞ്ഞ് ഞങ്ങൾ 40-40ഓളം ഏജന്റുമാരുണ്ട്. ഏജന്റുമാരുടെ എല്ലാം പ്രത്യേകത, ആരും കള്ളു കുടിക്കുന്നില്ല, വീട് വലിക്കുന്നില്ല. എല്ലാ ക്രിസ്മസിനും എല്ലാ ഓണത്തിനും കൂടുമ്പം എല്ലാവർക്കും നല്ല സപ്പോർട്ട് കൊടുക്കുന്ന ഈ പത്ര പ്രവർത്തനത്തെ അനുഗ്രഹിച്ചു. അങ്ങനെ എനിക്ക് ഇടുക്കി ജില്ലയിൽ ദൈവം നല്ല മാന്യതയും പുകഴ്ചയുന്നു. അപ്പോൾ തന്നെ സഭയുടെ നിലയിലും സൺഡേ സ്കൂളിൻ്റെ ഇടുക്കി ജില്ലാ പ്രവർത്തകനായിട്ടും മേഖലയുടെ പ്രസിഡന്റ് ആയിട്ടും സെക്രട്ടറി ആയിട്ടും ഒക്കെ പ്രവർത്തന അവസരം നൽകി. കിട്ടുന്ന സമയമൊക്കെ കർത്താവിൻ്റെ അധികം ശക്തമായി പ്രയോജനപ്പെടാനുള്ള നല്ല അവസരങ്ങൾ. അപ്പോൾ തന്നെ പത്രം ഇട്ടതിന് ശേഷം ഫ്രീ കിട്ടിയാൽ ഉടനെ വീട്ടിലേക്ക് പോവുക, ചെറിയൊരു വണ്ടി എടുത്ത്, സ്കൂട്ടർ എടുത്തു. അതുകൊണ്ട് പത്രം ഇട്ട് തീർന്നോണ്ട് മലയിൽ പോവുക, 2 കെട്ട് പുല്ല് എത്തുക, 2 പോത്തുകിടാക്കളെ വളർത്തുക, 1 വർഷം 2 വർഷം കഴിയുമ്പോൾ അതിനെ വിൽക്കുക. അതിനെ വിറ്റതിന് ശേഷം പിള്ളേരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവരെ പഠനത്തിൻ്റെ നിലയിലേക്ക് മുമ്പോട്ട് വിടുമ്പോൾ തന്നെ അതുകൊണ്ട് വടക്കേണ്ടിയിലെ വേലയ്ക്ക് പോയി ഏതെങ്കിലും അറിയാവുന്ന ദേവസ്വം വെച്ച് അവിടെ പോവുക, അവരെ പറ്റുന്ന പോലെ അവിടെ ഗ്രാമങ്ങൾ സന്ദർശിക്കുക, സുവിശേഷം സഹായിക്കുക. ആ ബന്ധങ്ങൾ തുടർന്ന് ഇങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞ 28 വർഷമായ കേരളത്തിൽ വിവിധ സഭയിൽ ശുശ്രൂഷിച്ചു. അപ്പോൾ തന്നെ ഇടുക്കി ജില്ലയിൽ
1200ഓളം പരസ്യയോഗം ഇടുക്കിയുടെ എല്ലാ മുക്കിലും മൂലയും എന്ന് പറഞ്ഞ പോലെ ചെയ്യുവാൻ എനിക്കൊരു വാഗണർ വണ്ടി തന്നു. ആ വണ്ടിയിൽ എപ്പോൾ അവസരം ലഭിച്ചാലും മൈസെറ്റുണ്ട്, അതിനുള്ള സഹായങ്ങളൊക്കെ ചെയ്യാൻ പാസ്റ്റർമാർ കൂട്ടുകാരുണ്ട്. ആരെയൊക്കെ വിളിച്ച് ഏതെങ്കിലും സൈഡിൽ പോകുമ്പോൾ 10-20 പരസ്യം ഒരു ദിവസം പോയി നടത്തും. മാസത്തിലൊരു 50 പരസ്യമോ 40 പരസ്യം 25 പരസ്യമോ ഒക്കെ നടത്താത്ത മാസങ്ങളില്ല. അങ്ങനെ പോയി കൊറോണ ടൈമിൽ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്കൊരു ഓട്ടോയും ഒരു കാറും ലഭിച്ചിരുന്നു. അത് ഞാൻ കൊറോണ ടൈമിൽ 60ഓളം രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുവരാനും ആശുപത്രി കൊണ്ടാക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ സഹായം. അപ്പോൾ കൊറോണ ടൈമിൽ എല്ലാവരും വീട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ പുറത്ത് എപ്പോഴും ഞാനും മൂത്ത മോനും ഇങ്ങനെ ആ നിലയിലേക്കൊക്കെ ദൈവത്തിന് വേണ്ടി പറയുന്നത് കർത്താവിന് വേണ്ടി എന്തു ആയിത്തീരണം എന്നുള്ള ആ ഒരു താല്പര്യത്തിലൂടെ പ്രവർത്തിച്ച് കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു ഇത് 10 ഓട്ടം ഓടുമ്പോൾ ഓരോ ഓട്ടം ഫ്രീ ആയിട്ട് ഓടിയിട്ട് അവരോട് പറയും കാശ് അത് ഇത്ര വലിയ ഓട്ടം ചെറിയ ഓട്ടം ആണെങ്കിൽ പറയും ഇന്ന് നിങ്ങളാണ് ഭാഗ്യവാൻ, കാരണം എൻ്റെ കർത്താവ് ഇങ്ങനെ 10 കൊടുക്കണം. എന്നിട്ട് ആ പൈസ മേടിച്ച് തിരികെ അവർക്ക് വെച്ച് കൊടുത്തിട്ട് പറയും യേശു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം, അതാണ് സുവിശേഷം പറയും. അങ്ങനെയൊക്കെ സുവിശേഷം ഇടുക്കി ജില്ലയിൽ എല്ലാ സ്ഥലത്തും എന്നോട് പരിചയപ്പെടുന്ന ഏത് വ്യക്തിയോടും പറയാനുള്ള അവസരങ്ങൾ എനിക്കുണ്ടായി. അതെനിക്ക് ഒരു മുതൽക്കൂട്ടാണ്. പാസ്റ്ററെ എന്തുകൊണ്ട് വിശേഷം സന്തോഷം, പാസ്റ്ററെ കുറിച്ച് ഓർക്കാത്ത ദിവസമില്ല, പാസ്റ്ററെ കുറിച്ച് കാണാത്ത ദിവസമില്ല. ഈയിടെയും ചെന്ന് പറഞ്ഞു പാസ്റ്ററോട് പോയി ഇവിടെ എന്തോ ഒരു ഇരുട്ട് വന്ന പോലെയാണ്. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഞാൻ ഒരു ദൈവ നിയമപ്രകാരം പുറത്തേക്ക് പോകാൻ അവസരം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ദൈവം എന്നെ ആ കഴിഞ്ഞ കാലം വിശ്വാസത്തിൽ വന്ന കാലം മുതൽ എന്നെ എൻ്റെ കുടുംബത്തെ നടത്തിയത്. എൻ്റെ മക്കൾക്ക് 55 വയസ്സ് വ്യത്യാസമുണ്ട്. ദൈവം എന്നെ ആദ്യ കുഞ്ഞുണ്ടായ സമയത്ത് തന്നെ പറഞ്ഞു എനിക്ക് 2 കുഞ്ഞുങ്ങളെ കൂടെ ഒരു പെണ്ണും ഒരാണും. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. 3 കുഞ്ഞുങ്ങൾക്കും 55 വയസ്സ് വ്യത്യാസമുണ്ട്. പറഞ്ഞതൊക്കെ ദൈവം കൃത്യമായി നിറവേറ്റി. രാജ്യങ്ങളിൽ ലോകത്ത് വരെയും പോകുന്നൊക്കെ പറഞ്ഞു. ഞാൻ അതിനുവേണ്ടി ഒന്നും ശ്രമിച്ചിട്ടില്ല, ഒരു കാര്യം ചെയ്തിട്ടില്ല. പക്ഷേ ദൈവത്തെ നിയോഗമായപ്പോൾ കഴിഞ്ഞ 2 വർഷം മുമ്പ് ഒരു വലിയ സഭയുടെ മാറ്റം പറഞ്ഞില്ല, ഞാൻ വടക്കേണ്ടിക്ക് പോവുകയാണെന്ന് പറഞ്ഞ് അവിടുന്ന് എഴുതി ലീവ് എടുത്തിട്ട് ബോംബെയിലേക്ക് പോകുന്നു. ബോംബെയിലേക്ക് പോകുന്ന ഹിന്ദി പഠിക്കണം, മറ്റു നിലയിൽ നല്ല പ്രയോജനപ്പെടണമെന്ന് ഫ്രീ ആയിട്ട് വന്ന് ഒരു വീടൊക്കെ വാടകയ്ക്ക് എടുത്ത് പിള്ളേർ 2 ചെറിയ ജോലികളുണ്ട്, മാസം സപ്പോർട്ട് ചെയ്യുക, അവരുടെ ആ ഒരു കാര്യമൊക്കെ ചെയ്ത് വിശ്വസിച്ച് ഇവിടെ വന്നു. അങ്ങനെ തൊട്ടടുത്ത് ഒന്ന് ഡോംബിയോലിക്ക് അടുത്ത് കോണിമാട എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു റൂം വാടകയ്ക്ക് എടുത്ത് ആ പ്രദേശങ്ങൾ ഇന്ന് രാവിലെ കിട്ടുന്ന വണ്ടി ഹിന്ദി ഒന്നും അധികം പറയാനത്തില്ലെങ്കിലും ആ ടിക്കറ്റ് 50 രൂപ ടിക്കറ്റ് 40 ടിക്കറ്റ് വാശി കോപ്പർക്കാരണം ഇങ്ങനെ പല സ്ഥലങ്ങളിൽ വണ്ടിയൊക്കെ രാവിലെ വരും, നടക്കും, പ്രാർത്ഥിക്കും. 25 കിലോമീറ്റർ 30 കിലോമീറ്റർ ഒരു സൈഡിലോട്ട് നടക്കും. എവിടെയെങ്കിലും ബസ് ഇറങ്ങിയിട്ട് അവിടെ തിരിച്ച് നടക്കും. ഇങ്ങനെ നടന്ന് 1 വർഷത്തോളം ബോംബെയിൽ വന്ന് വെയിൽ നോക്കാതെ മഴ നോക്കാതെ സുവിശേഷത്തിന് വേണ്ടി നടന്നു. ഒത്തിരി പേരെ പരിചയപ്പെട്ടു. ആദ്യത്തെ ഒരു 3 മാസം ഒത്തിരി പാടുകൾക്ക് സഹിച്ചെങ്കിൽ അതിനുശേഷം ഇവിടെ ഒത്തിരി ദേവദാസന്മാരെ പരിചയപ്പെടും, കൂട്ടായ്മയിലാകുവാൻ അവിടെ എല്ലാം സഹായത്താലും സഹനത്താലും പ്രാർത്ഥനയാലും കർത്താവിന്റെ പേരിൽ ഇവിടെയും വർദ്ധിച്ചു ദൈവം കൃപയാൽ കർത്താവ് എന്നെ ഈ കഴിഞ്ഞ സ്ഥലമാരത്തിൽ ഗ്രേറ്റർ മുംബൈ IPC ഗ്രേറ്റർ മുംബൈ സഭയിൽ കോപ്പർഘടന സഭയിലേക്ക് കഴിഞ്ഞ മെയ് മാസത്തിലേക്ക് സഭയുടെ ചാർജിലേക്ക് ഈ സ്റ്റേറ്റ് എന്നെ നിയോഗിക്കാൻ ഇടയിത്തീർന്നു. അതെന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ കുറിച്ച് അവർ വിളിച്ചു ചോദിച്ചു. കേരളത്തിന് ഒരാൾ ഇവിടെ വന്നാൽ അവർ പറഞ്ഞു ഇത്രയും നല്ലൊരാൾ ഇത് കേരളത്തിൽ പോയി ഞങ്ങൾക്ക് നഷ്ടമാണെന്ന് അവിടെ നിന്നുള്ള ഒരു സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഒക്കെ സാക്ഷി ഇവിടെ ലഭിച്ചിരുന്നു. അവരതിന് പ്രകാരം എന്നെ ഇങ്ങോട്ട് അപ്പോയിന്റ് ചെയ്തു. ഞാനിപ്പോൾ ഇവിടെ ഗ്രേറ്റർ മുംബൈയിൽ ഇരിക്കുന്ന ഈ സഭ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും എൻ്റെ സ്വപ്നത്തിൽ പോലും കാണാത്ത ഒരു സഭയാണ്. കാരണം ഇവിടെ ഗ്രേറ്റർ മുംബൈയുടെ 5 വർഷം ഈ ഗ്രേറ്റർ മുംബൈ PIPയുടെ ചാമ്പ്യൻഷിപ്പ് നേടി സഭയിലാണ് പാസ്സായിരിക്കുന്നത്. ഇവിടെയുള്ള ആൾക്ക് തന്നെ ഭയങ്കര അത്ഭുതമാണ്, എങ്ങനെയാണ് ഇവിടുത്തെ ആരാണ് റെക്കമെൻഡ്. ഞാൻ പറഞ്ഞ എൻ്റെ റെക്കമെൻഡർ ഉയരത്തിലെ ദൈവമാണ്. മനുഷ്യലാശ്രയെങ്കിൽ യഹോവയിലാശ്രയം നല്ലതെന്നാണ് എൻ്റെ ദൈവവാക്യം. ഞാൻ ഇപ്പോഴും പറയും മനുഷ്യലാശ്രയം ദൈവത്തിലാശ്രയം നല്ലത്. അത് ഇന്നുവരെ അതേപടി എന്നെ എൻ്റെ കുടുംബത്തെയും അത്ഭുതമായി നടത്തി. എൻ്റെ മൂത്ത മകൻ മരിക്കുന്ന ഒരു സ്ഥാനത്ത് കഴിഞ്ഞ മാസം ജോലിയോട് ഇസ്രയേലിലേക്ക് പോയി. അത് ഇത്ര വലിയ അത്ഭുതമാണെന്ന് ഞാൻ വിശ്വസിക്കാൻ കാരണം പ്രസംഗിച്ച വചനം ജീവന്റെ വചനം ഇസ്രയേലിൽ നമുക്ക് വേണ്ടി നായകനായി വന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥനായി തീർന്ന കർത്താവിന്റെ രാജ്യത്തിലേക്ക് എൻ്റെ മരണപ്പെട്ടു എന്ന് പറഞ്ഞ മകനെ അയച്ചത് ദൈവത്തിന് വലിയ പ്രവൃത്തിയാണ്. ഞാൻ വിശ്വസിക്കുന്ന നമ്മുടെ കർത്താവ് എല്ലാവർക്കും തന്നിൽ ആശ്രയിക്കുന്ന ഏവർക്കും വളരെ അതിശയങ്ങൾ ഇന്നും ചെയ്യുന്നവനാണ്. ഇവിടെ വന്ന് ഇന്നും കർത്താവിൻ്റെ ഒരു ദിവസം പോലും ഇല്ലാതെ ഓടുവാൻ ആത്മാക്കളെ നേടുവാൻ ഇവിടെ ഇപ്പം പുതിയതായ ആത്മാക്കൾ വരുന്നു. പ്രവർത്തനങ്ങൾ തടസ്സങ്ങളൊന്നുമല്ല വിഷയം, മനസ്സാണ് വിഷയം. നമുക്ക് മനസ്സുണ്ടെങ്കിൽ കർത്താവിന് വേണ്ടി എന്ത് ചെയ്തു അതിനുള്ള ആ സമർപ്പണം ഉണ്ടെങ്കിൽ കർത്താവ് എവിടെയും നമ്മെ ഉപയോഗിക്കും. ഭാഷയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിക്കൊണ്ട് അതിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് കർത്താവിന്റെ പേരിൽ വർദ്ധിച്ചു വരുവാൻ അന്ന് ആ കേട്ട നിന്നയും പരിഹാസവും ഒക്കെ എന്നെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കാൻ കാരണമായി. ആ ദൈവസാക്ഷ്യം എൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും വർദ്ധിക്കുന്ന നിലയിൽ ദൈവത്തിന് അത്ഭുതങ്ങൾ കണ്ടു തീർന്നു. അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ ജീവിക്കുന്ന ദൈവം ഓരോ ദിവസവും എത്രയൊക്കെ എതിർപ്പുകളില്ല നമ്മൾ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ആര് ഈ ലോകത്തിൽ ദൈവമില്ലാത്ത ജീവിക്കുന്നില്ല അവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു കർത്താവാണ് യേശു ക്രിസ്തു എന്ന് എൻ്റെ ജീവിതം സാക്ഷ്യമാണ്, ഞങ്ങളുടെ ദേശം സാക്ഷ്യമാണ്. ഒരു കാലത്ത്
ഞാൻ ഇനി രക്ഷപ്പെടത്തില്ല, ഇതുകൊണ്ട് അവൻ തീർന്നു, ബൈബിൾ എടുത്തതുകൊണ്ട് വെറും ദരിദ്രവാസിയായി ഉലകം ചുറ്റി നടക്കുന്ന ഒരു ദരിദ്രനായിത്തീരുന്നു പറഞ്ഞ സ്ഥാനത്ത് എനിക്ക് നല്ല നിലയിൽ നല്ലൊരു വീട്, വണ്ടി, സാഹചര്യങ്ങളൊക്കെ ദൈവം കേരളത്തിൽ തന്നു. അതെല്ലാം കർത്താവിന്റെ കൃപയിലാണ്. ആരോടും ദൈവവേലയുടെയും പേരും പറഞ്ഞ് ഒരു പൈസ പോലും വാങ്ങാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ദൈവം ആരെങ്കിലും ഉപയോഗിക്കും, പേരില്ലാത്ത അഡ്രസ് ഇല്ലാത്ത ആരെങ്കിലും ഒക്കെ പല സഹായങ്ങൾ അയച്ചിട്ടുണ്ട്. ആരാണെന്ന് എനിക്കുന്നവരെ അറിയാം. പക്ഷെ എനിക്കറിയാം, എന്നെ അറിയുന്നൊരു ദൈവം സ്വർഗ്ഗത്തിൽ ജീവിക്കുന്നുണ്ട്. ഏലിയാവിന്റെ കാക്ക മരിച്ചു പോയെങ്കിൽ ഏലിയാവിനെ പോറ്റിയ ദൈവ സ്വർഗ്ഗത്തിൽ ജീവിക്കുന്നത് കൊണ്ട് ഇന്നും നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ, ഞാൻ നിന്നെ നടക്കേണ്ടുന്ന വഴി കാണിച്ച് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുമെന്ന് പറഞ്ഞ് വാഗ്ദത്തം ചെയ്ത കർത്താവ് ആ വാഗ്ദത്ത പ്രകാരം എന്നെ എൻ്റെ കുടുംബത്തെയും അത്ഭുതമായി നടത്തുന്നു. വരുന്ന ഇടങ്ങളിലൊക്കെ വളരെ കൃത്യമായ കർത്താവിന്റെ ഉത്തമ സാക്ഷി പോയി മരിച്ചു വീണ ക്രിസ്തുവിന് വേണ്ടി മരിക്കുകയും ക്രിസ്തു നിത്യതയിൽ നമുക്ക് വേണ്ടി വിശ്രമിക്കുന്നുണ്ട്. ആ നിത്യതയുടെ സന്തോഷം ഹൃദയത്തിലാകുവാനുള്ള ഏതും കർത്താവിന്റെ ചെയ്യും. പൗലോസ് പറഞ്ഞ പോലെ ഞാൻ ഒന്നും ആയിട്ടില്ല, എന്തെങ്കിലും ആകുന്നത് കർത്താവിന് കൃപയാൽ മാത്രമാണെന്നുള്ള ബോധ്യത്തോടെ കർത്താവിന് വേണ്ടി ഇന്നുവരെ പ്രവർത്തിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. നാളെയും മുമ്പോട്ട് പോകാൻ ആ ദൈവകൃപ എനിക്ക് ഏറെ ആവശ്യമാണ്. അതിന് ഞാൻ ഒരു ദിവസം തീർത്ത് പ്രാർത്ഥിക്കുകയും എൻ്റെ കുടുംബം, കുഞ്ഞുങ്ങളെല്ലാം കർത്താവിന് കൃപയാൽ സന്തോഷമായി എന്നെ കർത്താവിന്റെ പേരിൽ സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ, എൻ്റെ ഭാര്യ, കുഞ്ഞുങ്ങളൊക്കെ എല്ലാ നിലയിലും കർത്താവിന്റെ പേരിൽ ഏറ്റവും സഹായമാണ്. അപ്പോൾ തന്നെ ഞങ്ങൾ ഇരുന്ന സഭകളിൽ നിന്നുള്ളവരെല്ലാം പറയുന്നത്, പാസ്റ്റർ പോയതിനു ശേഷം ഇവിടെ വെളിച്ചം കുറഞ്ഞു പോയി, ഇവിടെ ഒരു ഉണർവില്ല, കൺവെൻഷൻ ഇല്ല, എവിടെ എന്ത് കിട്ടിയാലും കർത്താവിന്റെ വേലയ്ക്ക് കിട്ടുന്നില്ല. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ അവിടെ ചിലവാക്കി ആ പ്രദേശത്ത് സുവിശേഷം അറിയിക്കുക, ആ സുവിശേഷത്തിൽ ചിലരെ കൂടെ പുതുതായിട്ട് വിശ്വാസി കൊണ്ടുവരിക. ഈ പുതുതായിട്ട് വിശ്വാസി കൊണ്ടുവന്നവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ പോയാലും പിന്നെ വിളിച്ചുകൊണ്ടിരിക്കും. പഴയ വിശ്വാസികൾ മാത്രം ബുദ്ധിമുട്ട്. ഞാനിപ്പോൾ പോകുന്ന സഭയിലും അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ദൈവം ചെയ്തു. ഇവിടെ ഒന്നും ചിലരൊക്കെ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. യേശു ജീവിക്കുന്ന ദൈവമാണെന്ന് എന്നെ എൻ്റെ ജീവിതത്തിലെ സാക്ഷ്യത്തിലൂടെ ദൈവം ഇന്നുവരെ നടത്തി, മേലാലും നടത്തുന്ന ശക്തനായതുകൊണ്ട് കർത്താവ് വരുവോളം അവന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ എല്ലാവിധ നന്മകളും കർത്താവ് തന്നു സഹായിക്കും. ഇന്നുവരെ നല്ലവനായിരുന്ന കർത്താവിന്റെ കരുത്താൽ ഞാൻ മുമ്പോട്ട് പോകുന്നു. വിശേഷാൽ എനിക്ക് ഇങ്ങനെ ഒരു നല്ല അവസരം എൻ്റെ സാക്ഷ്യമായി കേൾക്കുവാൻ ആരാമറ്റയിലൂടെ, വിശേഷ ഡാനി ജോൺ പാസ്റ്ററിലൂടെ ഇങ്ങനെ ഒരു പൊതുലോകം അറിയാൻ ഒരു മുഖാന്തരം ഉണ്ടായത് വളരെ ഭാഗ്യമായി ഞാൻ കരുതുന്നു. കർത്താവിന് വെച്ചാൽ എന്നെ എൻ്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. മുമ്പോട്ടുള്ള പ്രവർത്തനത്തിൽ ഏറിയ ദൈവകൃപ കർത്താവ് എന്നെ ഉപയോഗിപ്പാൻ, കുടുംബത്തെ ഉപയോഗിപ്പാൻ പ്രാർത്ഥന സഹായിച്ച് എന്നെ കേൾക്കുന്നവർക്കെല്ലാം കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്. ആരൊക്കെ തള്ളിയാലും തള്ളുന്നവരുടെ മുമ്പിൽ മാനിക്കുന്ന ദൈവമുണ്ട് എന്ന എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ എനിക്ക് അനുഭവമാണ്. എവിടെല്ലാം തള്ളി അവിടെല്ലാം മാനിച്ചു ഉയർത്തി. ഇന്ന് നമ്മളെ കാണുമ്പോൾ അത് നമ്മുടെ പാസ്റ്റർ വരുന്നുണ്ട്, എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി ചെയ്യത്തക്ക നിലയിലേക്ക് ദൈവം തള്ളിയോട് മുമ്പിൽ കൊണ്ടുപോയി മാനിച്ചു നിർത്തുക. ഇന്ന് അവിടെ ചെല്ലുമ്പോഴൊക്കെ പലരെ സഹായിക്കുക, നമ്മൾ ചെല്ലുമ്പോൾ തന്നെ പല സഹായം ആവശ്യപ്പെട്ട് വരുമ്പോഴൊക്കെ കൈനീട്ട് സഹായിപ്പാനൊക്കെ നിലയിലേക്ക് ദൈവം മാറ്റിക്കൊണ്ടുവന്നു. വീടില്ലാതെ, വസ്ത്രമില്ലാതെ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ച കാലങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ പിൽക്കാലത്ത് അനേകർ കൊടുക്കുന്ന നിലയിലേക്ക്, ഇപ്പോൾ ഒറീസയ്ക്ക് പോകുവാൻ, രാജസ്ഥാനിൽ പോകുവാൻ, ബീഹാറിന് പോകുവാൻ, വിവിധ സ്റ്റേറ്റുകളിലേക്കൊക്കെ പോയി കർത്താവിന് വേണ്ടി കർത്താവിന്റെ വേലക്കാരെ സഹായിക്കുവാൻ, ശുശ്രൂഷകരെ സഹായിക്കുവാനൊക്കെ ദൈവം എനിക്ക് ഭാഗ്യം നൽകുന്നു. അതെല്ലാം എൻ്റെ ആദ്യകാല വിശ്വാസത്തിൽ എനിക്ക് ലഭിച്ച പാഠങ്ങളാണ്, രാമേശ്വരത്തിൽ ലഭിച്ച ട്രെയിനിങ് ആണ്. അതെനിക്ക് മുഖാന്തരമായി തീർന്നു. അന്ന് മുതൽ എന്നെ എൻ്റെ കുടുംബത്തെയും കർത്താവ് അത്ഭുതമായി നടത്തുന്നു. വളരെ അത്ഭുതമായി ഈ ദേശത്ത് വന്ന് പാർക്കുവാനും ദൈവത്തിന്റെ മഹത്വം അനുഭവിപ്പാനും ദൈവം കൃപ ചെയ്തു. എന്നെ കേട്ട എല്ലാവർക്കും അലവാസമായ ദൈവത്തിന്റെ നാമത്തിലുള്ള നന്ദി വന്ദനം അറിയിക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്നായ പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്നതുമായ ഈ നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങളെ കഴിഞ്ഞ കാലങ്ങളിൽ വിശ്വാസത്തിൽ നടത്തി ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവമേ, ഞങ്ങളെ കേട്ട് അനേകരുണ്ട്, കേൾക്കാനുള്ളവരുണ്ട്. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൽ ദൈവം ജീവിക്കുന്നു ഇന്ന് എന്ന് അനേകർ മനസ്സിലാക്കുവാൻ, ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട് കർത്താവിന് വേണ്ടി ഒരുങ്ങി ജീവിപ്പാൻ തക്കണം ഞങ്ങളെ കേട്ടവരെ സഹായിക്കണമേ. കേൾക്കുന്നവരെ സഹായിക്കണമേ. കേൾക്കുന്നവർ യേശുവിലേക്ക് തിരിയുവാൻ, ജീവിക്കുന്ന കർത്താവിനെ മനസ്സിലാക്കുവാൻ, അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ട് ദൈവത്തിലേക്ക് വിശ്വാസത്തിലേക്ക് വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണം. മുൻപോട്ടുള്ള ജീവിതയാത്രയ്ക്ക് ആവശ്യം എല്ലാ കൃപകളും ഭാരങ്ങളും ദാനങ്ങളും അനുഗ്രഹങ്ങളും നന്മകളും വിടുതലും ആശ്വാസം ദൈവം കൊടുക്കണം. യഹോവ കരുതുന്ന ദൈവമായി ഓരോരുത്തർക്കും വെളിപ്പെട്ട് വരുവാൻ ദൈവം സഹായിക്കണമേ. ദൃഷ്ടി വെച്ച് ആലോചന പറയുന്ന നടക്കുന്ന വഴി കാണിക്കും ദൈവത്തിന്റെ പ്രവൃത്തിയാൽ ഓരോരുത്തരെയും ദൈവം നടത്തി, ദൈവത്തിലേക്ക് നടത്തി, ദൈവവചന പ്രകാരം ഒരുക്കി ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാം നില സ്വർഗം സഹായിക്കണം. തിരുനാമത്തെ പിന്നെയും മഹത്വപ്പെടുത്തിയാട്ടെ. മനുഷ്യൽ ആശ്രയിക്കുക, ദൈവത്തിൽ ആശ്രയം കൃപ നൽകിയാട്ടെ. പ്രാർത്ഥന എഴുന്ന് കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവം കേൾക്കണമേ, ഞങ്ങളുടെ ജീവനുള്ള നല്ല പിതാവേ. ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സുരേഷ് കുമാർ. ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അതിശക്തമായ ജീവിതാനുഭവങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ TV പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. ഒരു ഹൈന്ദവ കുടുംബത്തിൽ
ജനിച്ച് വളർത്തപ്പെട്ട് അവിടുത്തെ വിശ്വാസ പ്രമാണം അനുസരിച്ച് ജീവിതമൊക്കെ നയിച്ച് അന്നത്തെ അറിവനുസരിച്ചുള്ളതായ ജീവിത സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോയ സാഹചര്യത്തിൽ നിന്നൊക്കെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹാപദ്ധതിക്കായിട്ട് ദൈവം വിളിച്ചു വേർതിരിക്കുവാൻ ഇടയായി തീർന്ന നല്ല അനുഭവങ്ങൾ, ഒരുപാട് ഓർമ്മകൾ അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. ദൈവം ഓരോ വ്യക്തിയെയും തിരഞ്ഞെടുക്കുന്നത് തികച്ചും വ്യത്യസ്തമായ സംവിധാനങ്ങളിലൂടെയാണ്. ആരെയും ഒരേ രീതിയിലല്ല ദൈവം വിളിച്ച് വേർതിരിക്കുന്നത്, ദൈവത്തിന് വേണ്ടി ദൈവം ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഓരോ സാക്ഷ്യത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ദേവദാസൻ്റെ ജീവിതത്തിൽ തികച്ചും വ്യത്യസ്തമായ ചില സാഹചര്യങ്ങളിലൂടെ ദൈവം കടത്തിവിട്ട് അതിൻ്റെ നടുവിൽ യേശു കർത്താവ് ഇറങ്ങി വന്ന് കർത്താവ് വ്യക്തമായി ഇടപെട്ട് ദൈവം തനിക്കായിട്ട് തിരഞ്ഞെടുത്തു, വേർതിരിച്ചു, കർത്താവിൻ്റെ ശുശ്രൂഷ ഭരമേൽപ്പിച്ചു. അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഐശ്വര്യമായി ചെയ്യുവാൻ അന്ന് മുതൽ ഇന്നു വരെയും ദൈവം കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു വ്യക്തിയെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ ആ വ്യക്തിയെ മാത്രമല്ല, ആ വ്യക്തിയോടനുബന്ധിച്ച് മറ്റ് അനേക പ്രിയപ്പെട്ടവരെയും ദൈവം അതിലൂടെ മുന്നമേ കാണുന്നു എന്നുള്ളതാണ്. ദേവദാസൻ്റെ തിരഞ്ഞെടുപ്പിനോടുള്ള ബന്ധത്തിൽ ആ ഒരു വ്യക്തിയെ മാത്രമല്ല, ആ ഒരു കുടുംബത്തെ, ആ ഒരു തലമുറയെ, മുന്നോട്ടുള്ള ഒരു ജനറേഷനെ ദൈവം മുന്നമേ കണ്ടിരുന്നു എന്നുള്ളതാണ് സത്യം. പലപ്പോഴും നമ്മൾ വിശ്വസിക്കാറുണ്ട്, ദൈവം എന്നെ വിളിച്ചു വേർതിരിച്ചു. നമ്മുടെ വ്യക്തിപരമായ ഒരു വിളിയും തിരഞ്ഞെടുപ്പും മാത്രമാണെന്ന് ഒരുപക്ഷെങ്കിൽ നമ്മൾ വിചാരിക്കും. എന്നാൽ നമ്മെ ഒരാളിനെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ അടുത്ത ഒരു തലമുറ, കുടുംബങ്ങൾ, വ്യക്തികൾ കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെടുകയാണ്. ഇന്ന് ആ ഒരു നിലയിൽ ദൈവദാസനോട് ബന്ധപ്പെട്ടുള്ള കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവർ, അനേക പ്രിയപ്പെട്ടവരെ, അതുപോലെ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തെ, സഭയെ ഒക്കെ ആ നിലയിൽ നയിക്കുവാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. സുവിശേഷം പറഞ്ഞ് അനേക പ്രിയപ്പെട്ടവർ രാമേശ്വരത്തും തമിഴ്നാട്ടിലും കേരളത്തിലും ഇടുക്കിയിലും അനേകർ കർത്താവിങ്കിലേക്ക് വരുവാൻ, ജീവൻ്റെ പുസ്തകത്തിൽ അനേകരുടെ പേരെഴുതപ്പെടുവാൻ, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുവാൻ പല നിലകളിൽ ദൈവം മുന്നമേ കണ്ടിരുന്നു എന്നുള്ളതാണ് സത്യം. ദൈവദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ശക്തമായി സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ നിലകൊണ്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, നല്ല സാക്ഷ്യം വഹിപ്പാൻ ഏറെ അവസരങ്ങൾ, സൗഖ്യം, ആരോഗ്യമൊക്കെ കർത്താവ് തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ ടി വിയിൽ കടന്നു വന്ന് ജീവിതാനുഭവം പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. ദൈവം പിന്നെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രേക്ഷകരെ, നിങ്ങൾക്കും ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. അതുപോലെ തന്നെ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രിയും 9 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.